നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. കരഞ്ഞുകൊണ്ടോ മനയിന്ന് പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല. അമ്പലപ്പൂ നല്ല തൂളിയുണ്ടാവേ പുറത്തടിക്കാം. ഞാൻ തോർത്തിറങ്ങി ആ തിട്ടയിലിരിപ്പുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോ തുടങ്ങിയതാ. മാപ്പ് തരൂ. മാപ്പ് തരാൻ നേരിട്ട് ചോദിക്കാൻ മടിയുള്ളതുകൊണ്ടല്ലേ ഇല്ലേ പാട്ട് പാടും. ഇതൊക്കെ വസന്തരജനി പുഷ്പം ഞാനൊരു വസന്തരജനി പുഷ്പം മരന്ത മാധുരി തൂകി നവസുഗന്ധലഹരിയിലാടി. ഏത് പടത്തിലാണോ മനസ്സിനെ പിന്നെ താമരയാക്കിയ ലക്ഷ്മി മാപ്പ് തരൂ എനിക്ക് നീ. എടാ എല്ലാം ഒരു കൺഫ്യൂഷൻ അല്ല കൺഫെഷൻ. ഒരു തരം ഏറ്റുപറച്ച്. കൊച്ചോനെ പാട്ടൊക്കെ കേട്ടിട്ട് സാജന്റെ എക്സ്പോർട്ട് ബിസിനസിന്റെ കൺഫെഷൻ ഒക്കെ അടിച്ചു പോയെന്നാ തോന്നുന്നത്. ഈ ഇലക്ഷൻ കഴിയുമ്പോ നോക്കിക്കൂടാ. ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ സാജൻ ആരാ സാജ? അന്ന് MLA കാണാൻ പോയിട്ട് 7 മണിക്കൂർ അവിഞ്ഞ പേരത്തുനിന്ന് പഴുത്ത്. എന്നിട്ട് എന്തെങ്കിലും നടന്നോ? നീ തിരുവനന്തപുരത്ത് പോകുന്നില്ല സാജ? ഞാൻ അവിടെ പോയി അട്ടിക്കിരുന്നാലും നിന്റെയൊക്കെ തീറ്റയും കൂടിയും മര്യാദക്ക് നടന്നില്ലേ? നിന്റെ പാട്ട് കേൾക്കണമെങ്കിലേ തീറ്റയും കൂടി മാത്രമല്ല ചിലപ്പോ കാശും തരേണ്ടി വരും. ആദ്യം പലപ്പോഴായി വാങ്ങിച്ച കാശ് തിരിച്ചേടാ. എനിക്കങ്ങനെ വിളിക്കാനെങ്കിലും ഒരുതിനുണ്ട്. നിന്നെയൊക്കെ പിന്നെ ഏത് സമയത്ത് ഒന്ന് വന്നു നോക്കണം, അപ്പൊ കാണാം. നല്ല കിട്ടി. ഒരുപാട് നാളായിട്ട് നോങ്ങി വെച്ചേക്കുന്ന കൂടെ നടക്കുന്നു വെച്ച് കൂടുതൽ ഏമം കളിക്കാൻ നിന്ന കാലവരെ താഴെ അടിക്കും. പുന്നമുട്ടിലെ തിണ്ണപിടിക്കുന്ന മൂച്ച് നീ ഇവിടെ ഇറക്കാൻ തിക്കണ്ട. നീ പോ നോക്ക് പോ. എന്റെ കൂടെ നടന്നിട്ട് നിന്നെയൊക്കെ അല്ലടാ കൊണ്ടും നടന്നത്. സാജനൊന്ന് വീഴാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നടാ വട്ടികളെ. സാജ, നീ ഇവിടെ ഇന്ന് കഥകളി കാണിക്കാതെ വീട്ടിൽ പോ. ശരിയല്ലേ? പോ.
മധുരം ഉണ്ടാവത്തില്ല. നിങ്ങൾ പഞ്ചസാര വാങ്ങിട്ട് ഇവിടെ ആർക്കും കാപ്പി കുടിക്കാൻ പറ്റും തോന്നുന്നില്ല. ഇതിപ്പോ കുടിച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റാത്തോണ്ട് മാത്രം ഇങ്ങോട്ട് കയറി വരുന്ന പോലെ ആയി. സായന് കുടിക്കാൻ ചൂടുവെള്ളം എടുക്കട്ടെ? സാധനം ചൂടുവെള്ളത്തിലിട്ട് രാവിലെ എടുത്തോളാം. കവലേക്ക് ഇറങ്ങിയാ ചീട്ട് കളിച്ചു കിടക്കുന്ന സാജന്റെ കഥകളാ. മടുത്തു. എന്റെ കൊച്ചുനാളില് അപ്പം വരുത്തിയ ബാധ്യതകൾ കാരണം നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ അമ്മ നാണം കെട്ടാ ജീവിച്ചു. നിന്റെ അപ്പനെ ഞാൻ പക്ഷെ എനിക്ക് വേണ്ട അങ്ങനെ ഒരു ജീവിതം. പിള്ളേര് രണ്ടുപേരും നോക്കാൻ എനിക്കറിയാം. പേരിനൊരപ്പൻ അവർക്ക് വേണ്ട. അടുത്ത വട്ടം നിങ്ങളിങ്ങനെ ആവർത്തിച്ചാ ഞാൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. എന്നിട്ട് പുന്നുമുട്ടിൽ ശമേലു മാപ്പിളയുടെ മോന് കുടിച്ചിട്ട് അപ്പനെ കാണുമ്പോ മുട്ടിടിക്കുന്നോണ്ട് ഇപ്പൊ ഭാര്യ വീട്ടിലെ പൊറുതിയെന്ന് ഞാൻ വിളിച്ചു പറയും. സാജൻ ബേക്കറി തനതു പഴമയുടെ രുചിഭേദങ്ങളുമായി സാജൻ ബേക്കറി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പാചകം ചെയ്ത അച്ചപ്പം, നെയ്യപ്പം, കുഴലപ്പം, അരിമുറുക്ക്, എള്ളുണ്ട, അരിയുണ്ട തുടങ്ങിയ കൊതിയൂറും വിഭവങ്ങളുടെ കലവറയൊരുക്കി സാജൻ ബേക്കറി സിൻസ് 1962. Once upon a time in Raleigh, here's a funny little story. Are you hungry for a bite of mutta puffs? Then come on, we will make some wholesome, awesome chaya kardina. മാസം കഴിയുമ്പോഴേ ഒരു പോക്കങ്ങ് പോകും ഞാൻ. അമ്മാച്ചൻ ഈ ഇരകൾ കണ്ടിട്ടുണ്ട്? അത് ഈ ഭാഗത്ത് എവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്? തരത്തി കളിക്കണം. When I think of the goodness and all he has done for me, my soul cries out, hallelujah! Like a Chatiyan Patakalam, we always make some noise around. എനിക്ക് കൗണ്ടറിൽ ഇരുത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇരിക്കുന്നില്ല. സാധനങ്ങൾ എടുത്തു കൊടുക്കാനേ നിന്റെ മാപ്പിളെ കൊണ്ടിരുന്നു. എനിക്കുണ്ടൊരു ഒരു പ്രസ്ഥാനം. Bob Ceramics in 2040. We got some shade, we got some pride, sweet jealousy, false ego,
പോട്ടെ. എന്താ പരിങ്ങുന്നേ? ഞാൻ ഈ നാട്ടുകാരനല്ലേ. ഓ അതെ, കാണാം. എവിടെ ആയിരുന്നു? മണിമലയെന്ന് ഞാൻ ഇങ്ങനെ ചുങ്കപ്പാറ വഴി ഇച്ചിരി സവാള കഴിച്ച. ചെറുക്കൻ എന്തിയേ? ആ എന്റെ പരുമല തിരുമേനി രാവിലെ തന്നെ ജോണിന്റെ ഭാഗിരിക്കുന്ന കേൾപ്പിക്കല്ലേ. ഓ സമാധാനമായി. ഹലോ ഹലോ, എടാ അവിടെ റെഡിയാണോ കാര്യങ്ങളൊക്കെ? എന്റെ പൊന്നച്ച, ഞാൻ നിങ്ങൾ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കണം? എടാ ഉവേ ഒന്നും പറയണ്ട, രാവിലെ അലാറം അടിച്ചില്ല, എഴുന്നേക്കാൻ ലേറ്റായി. അവിടെ സംഭവമൊക്കെ റെഡിയാണോ? ഞാൻ ആ കുടിക്കാനുള്ളത് കലക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് വന്നാൽ ബാക്കിയൊക്കെ ചെയ്യാം. ആ ദേ എത്തി. ആ എന്തുവാടാ പോയി? ആ നീയേ അതൊരു ബേസിലോട്ട് നിരത്തി വെച്ചേ. ചെങ്ങന്നൂരിൽ വരുന്ന ആൾക്കാർക്ക് ആദ്യം എണ്ണമയം ഉള്ളതെന്ന് കൊടുക്കണ്ട. അവർക്ക് നമ്മുടെ കേക്കും കലക്കിയ സ്ക്വാഷും കൊടുത്താൽ അല്ലെങ്കിൽ ഗ്യാസ് കയറ്റി വയറ് വീർപ്പിച്ചിട്ട് നമ്മളെ വെറുതെ എടുക്കല്ലേ. അവിടെ രാവിലെ പോലെ എന്നെ വിളിക്കുന്നുണ്ട്. ആ ബോബിൻ കാച്ചടിച്ച് മാറ്റി കാണും. രാവിലെ അവളെ വായിരിക്കുന്നത് അവിടെ ചെന്ന് കേൾക്കാം. നീ രാവിലെ എടാ പോയി വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ ആ കൊലയെ അവിടെ കൊണ്ടുവച്ചേ. ആ പിള്ളേരെല്ലാം പുറത്തു പോയി അയ്യോ പിള്ളേർ എന്തൊരു ശക്തി. എന്തുവാടാ ഈ ഫ്ലേവർ? മാംഗോ ഫ്ലേവർ. വെളിയിലും അകത്തും എല്ലാം കൂടെ കൊള്ളാം. ജോണേ. ആ ശരിയാച്ചാ, നീ സാധനങ്ങളൊക്കെ ഇറക്കിയായിരുന്നോടാ? ഞാൻ പൈസ വേഗം പോട്ടെ, അല്ലെങ്കിൽ ബെറ്റ്സി ഇങ്ങോട്ട് വരും. അവള് വരട്ടെ, അവളെ ഞാൻ ഫംഗ്ഷൻ വിളിച്ചാക്കുന്നല്ലേ. ഓ അവളിപ്പോ ആഘോഷങ്ങൾക്കൊന്നും പോവാറില്ല, മരിപ്പിന് മാത്രമേ. അല്ലേ രേച്ചി, 8-10 വർഷമായില്ല അവള് കല്യാണം കഴിഞ്ഞേച്ച്. അവര് പിള്ളേര് വേണ്ടാന്ന് വെച്ചാണോ അതോ വേറെ എന്തെങ്കിലും വിഷയമുണ്ടോടാ? നീ ആ കാശിക്കാ നീ വർത്താനൊക്കെ പിന്നെ എന്നാ കൊച്ചിനെ പിടിച്ചോ. ഞാൻ കൊച്ചിനെ പിടിച്ചോ? ഇടാ ഇത് മുള്ളൊന്നുമില്ല. ഇല്ല സാക്കിയില്ല, അടിപൊളി. 5000 രൂപ. ഓ കൊച്ചിനെ പിടിച്ചോ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കരയുന്നു. ആ വെച്ചാണല്ലോ. എടുക്കല്ലേ. ആ എടി, ഓ നിന്റെ കാര്യം ഞാനിത് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ആ പുള്ളി ഉണ്ട്, കൊടുക്ക വേണ്ടേ? ഹലോ മോളെ, അത് പിന്നെ കാശ് കൗണ്ടറിൽ തന്നെ ഉണ്ടാവും, വേറെ എവിടെ പോവാനാ? നിനക്കിപ്പോ മൊത്തം ഇത് എത്രാമത്തെയാ? 4. 4 ഓർത്താ മതി. ഓ ഇന്നിനിപ്പോ അവിടെ ഇരിക്കപ്പുറത്ത് തിരിയല്ലേ. ഹലോ എടി കൊച്ചെ, നീ എന്തിനാ മറ്റുള്ളവരെ ഫോണിൽ വിളിച്ച് എന്നെ ഇങ്ങനെ നാട്ടിക്കുന്നേ? എടി ഞാനവിടെ 100 കൂട്ടം തിരക്കിലായിരുന്നു. എന്റെ കയ്യിൽ എത്ര സാധനം ഉണ്ടായിരുന്നു. ആ അങ്ങനെ മര്യാദയ്ക്ക് പറ. നീ എന്നോട് എന്നാ എനിക്കൊരു ബലവാണ്. എന്റെ പൊന്ന് ബോബിച്ചായ, എന്തോ ഞാനേ പുള്ളിക്കാരെടുത്തേ ഈ ഡിവോഴ്സിന്റെ കാര്യവും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച തിരുവല്ല ജംഗ്ഷനിൽ വെച്ചൊന്ന് മുട്ടിയതാ. അപ്പൊ നീ എന്നാ മാട്രിമോണിയൽ സർവീസ് തുടങ്ങാൻ പോവാന്നൊന്നും പറഞ്ഞ എന്നെ ചൊറിഞ്ഞതാ. അതിനുശേഷം ചേച്ചിയെ കാണുമ്പോഴേ എനിക്കൊരു വിറയല. എടാ ഈ പ്രാവശ്യം ഞാനില്ലേ നിന്റെ കൂടെ. എന്റെ കഷ്ടകാലത്തിനാണ് നിങ്ങളുടെ കസ്റ്റനായിട്ട് ഞാൻ ജനിച്ചത്. അരേ ബായ്, എന്നതിലൊക്കെ നടക്കുവോ? ഇതിനേക്കാളും നല്ല അമ്മാച്ചനോട് കഴിക്കുന്നതാ. അതെ, പൈസ ഞാൻ പകുതിയെ തരത്തുള്ളൂ. മേഡം മാനേജറിനോട് പറ. ആഹാ, ആ എന്നാ അയാളെങ്കിൽ വിളിക്ക്. ഏത് പാറമേടെന്ന് കോരിക്കൊണ്ടുവന്ന വെള്ളം അതെ, വക്കീല് വന്ന ആ ഡിവോഴ്സിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കാം. മതി ആന്റണി, ആ വണ്ടി എടുക്ക്. അല്ലേ ചേച്ചി, ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്നാണല്ലോ. എന്തുവാന്ന്? അല്ല, ഇന്നലെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് വന്നപ്പോ ഞാൻ ബോധിച്ചു കൊള്ളാന്ന് പറഞ്ഞപ്പോ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇതിപ്പോ എത്ര നാളായി? എത്രയും പെട്ടെന്ന് നടന്ന അത്രയും നല്ലത് അല്ലേ? ആ വളരെ നല്ലതാണ്. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്.
ചേച്ചി, വക്കീലിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതെ ഇതിലൊരു ഫൈനൽ ഡിസിഷൻ പറ. നീ ഓടുവാന്നോ അതോ എന്റെ കൂടെ വരുവാന്നോ? ഇതിപ്പോ ഈ മാസത്തെ 3ാമത്തെ കണ്ണാടിയാ. ഇനി ഇത് ഏതെങ്കിലും ബാറിൽ കൊണ്ട് വെച്ചിട്ട് വന്നേക്കണം കേട്ടോ, ഗ്ലാസ് വേണമെന്നും പറഞ്ഞ്. ഇതാ വച്ചു നോക്കി. വായിച്ചു നോക്കി ക്ലിയർ ആണോന്ന്. അങ്ങനെങ്കിലും ആരെങ്കിലും ഒന്ന് കേരള ബിലിപ്പോസേ. ആ ഞാനൊന്നും പറഞ്ഞില്ലേ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, എന്നാ ചെന്നാട്ടെ. ദേ ഈ കവറും കൂടെ കൊണ്ടുപോകും. ചെല്ല് ചെല്ല്. അവൾ ഇങ്ങോട്ട് വല്ലതും വന്നായിരുന്നോ? വന്നു. നിന്റെ മേലുള്ള അരിശം മുഴുവൻ പറഞ്ഞു തീർത്തിട്ട് പോവുകയും ചെയ്തു. ഇനി നീ പറ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ഷട്ടറും തുറന്ന് ഇവിടെ ഇരിക്കുന്നത്. അതെ, ഞാൻ പറച്ചിലൊക്കെ നിർത്തിയതാ. അതിന്റെ ടൈമൊക്കെ കഴിഞ്ഞു. ദേവിനെ ഞാൻ കാര്യമായിട്ട് പറയാം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടപെട്ട് സംസാരിക്കണം. ഒന്നേലും അവള് തിരിച്ച് മൈക്കിളിന്റെ അടുത്ത് പോകണം, അല്ലേ ഡിവോഴ്സ് കൊടുക്കണം. ഇതിപ്പോ എത്ര നാളെന്ന് വെച്ചാ. മോനെ കുട്ടാപ്പി, ഇതൊന്നും അടക്കടാ. നിന്റെ അച്ഛൻ സാജനുണ്ടല്ലോ, ഇതിലും വലിയ ചാട്ടക്കാരനായിരുന്നു. അവന്റെ ചാട്ടം കണ്ടിട്ട് ഞങ്ങളാരും പേടിച്ചിട്ടില്ല. പിന്നെ അതിന് നിന്റെ എടാ, നിനക്ക് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നീ പറഞ്ഞതെല്ലാം നേരിട്ട് നിന്റെ ചേച്ചി എടുത്ത് പോയി പറയടാ. പറ്റുമോ പറയാൻ? അപ്പൊ അങ്കിൾ എന്നോട് നിൽക്കത്തില്ലേ? എടാ, എന്നാണോ അതിന്റെ അർത്ഥം? എടാ, ഒരു കുടുംബജീവിതമാകുമ്പോൾ കുറച്ച് ഓരസലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. അതിനോട് ഡൈവോഴ്സ് എന്നാണോ പറയേണ്ടത്? അവളിപ്പോ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായി. പണ്ട് കോളേജിൽ പഠിക്കാൻ പറ്റപ്പടി പഠിക്കണമായിരുന്നു. ഇവിടെ വേറെ ആണുങ്ങളില്ലാഞ്ഞിട്ടാണോ തേനിന്ന് ഒരുത്തനെ കൊണ്ട് വന്നേ? ഇപ്പോൾ അവള് മൈക്കിളിനെ വിളിക്കാറില്ലടാ. ഓ, അവളവനെ ബ്ലോക്ക് ചെയ്തിട്ട്. അപ്പൊ ഇനി പിള്ളേർ പിരിയാൻ തീരുമാനിച്ചു തന്നെയാണോ? ഇതൊക്കെ തന്നെ എന്റെയും സംശയം. ഇവളൊന്നും മര്യാദയ്ക്ക് ജീവിക്കുന്ന കണ്ടിട്ട് വേണ്ടേ എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ. എന്നാ ഒരു പണി ചെയ്യാം, ഞാൻ അവളോടും സംസാരിച്ചു നോക്കാം. സംസാരിക്കണം. അപ്പൊ ശരി. ആ കണ്ണേ വെച്ചേക്കുന്ന ഊരി തന്നെ. ഇതോ? ഇത് ഇച്ചിരി വിലയുള്ള സാധനം. പഴയ സാധനമല്ലേ? ഓ ചെല്ല്. എന്റെ അപ്പന്റെ കാലം തൊട്ടുള്ള നീ നിന്റെ അപ്പന്റെ കാലം തൊട്ടുള്ള ചെന്നേ. ഈ കുന്ത ഒരു ചരടെ കെട്ടി അവളെ കഴുത്തി ഇട്ട് കൊടുക്കണം. ഹലോ ഹലോ, എടാ ഭയങ്കര, നീ ആയിരുന്നോ? ഇപ്പൊ കൊടുക്ക. അവിടെ എങ്ങനെയാടാ, ഐസ് മുടി കിടക്കുവാന്നോ അതോ നല്ല വെയിലാണോ? ചെറിയാച്ചോ, ഒന്നിങ്ങോട്ടൊന്ന് വന്നേ. വരാനിങ്ങോട്ടെ ഒന്ന് ഹോൾഡ് ചെയ്യടാ കൊച്ചനെ, ഇപ്പൊ കൊടുക്കാം. ഞാൻ നോക്കുമ്പോ പുറത്തെ സോഫായല്ലേ താണ്ട ജീവനില്ലാത്ത പോലെ ഒറ്റ ഇരിപ്പാ. എന്നാ പരിശമോളെ, എന്നാ പറ്റി കുഞ്ഞെ? ഞാനൊന്ന് ചാരി ഇരുന്നപ്പോ ഉറങ്ങിപ്പോയതാന്നേ. ആ ഇരിപ്പ് കണ്ടപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് ഇങ്ങ് പോന്നു. അല്ല, ഞാൻ ചെന്ന് കുലി കുളിച്ചപ്പോഴാ എഴുന്നേറ്റെ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ ഫോണിലാരാ? അത് റീതാമ്മയുടെ മോനാ. ഓ, അതാ കട്ടിയേ. ചെറിയാച്ചോ, ഇത് കുഞ്ഞുകളിയല്ല. ഈ കുഞ്ഞിനെ കൊണ്ട് ഏതെങ്കിലും ആശുപത്രി കൊണ്ട് കാണിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മേരി കുഞ്ഞിനുണ്ടായ അനുഭവം ഈ കുഞ്ഞിനുണ്ടാവും. എല്ലാരും പോയി ജോലി നോക്കിയേ. പൊക്കോ. എന്നാ വേണേലും ചെയ്, എന്നോട് കറിയിച്ചിട്ട്. നീ ഇങ്ങനെ ചാടി കടിക്കാൻ നിന്നാ പറ്റത്തില്ല കൊച്ചേ. നിന്റെ അമ്മയ്ക്കും ഇത് തന്നെയായിരുന്നു അസുഖം, ക്ഷീണം. ഞാൻ അന്ന് പറഞ്ഞപ്പോ ആരും കേട്ടില്ല. ഒടുവിൽ ICU കയറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എന്താ, കൊളസ്ട്രോൾ 100, ഷുഗർ 100, പ്രഷർ 100, എല്ലാം 100. അവസാനം 6 മാസം ആ പുഷ്പഗിരി കിടന്ന് കഷ്ടപ്പെട്ടത്. അതിന് നമുക്ക് ഡോക്ടർ പാറക്കലിനെ ഒന്ന് കാണാം. ഏത്, ആ കണ്ണുമൂക്കും കാണാത്തയാളോ? അയ്യോ, അങ്ങേര് കോഴിഡ് വെച്ചൊന്ന് നോക്കിയാൽ മതി, അസുഖം എന്തോന്ന് പറയും. പിന്നെ ടെസ്റ്റും വേണ്ട, ഒരു കിടിപിടിയും വേണ്ട. മച്ചാ, നമ്മുടെ അപ്പച്ചന്റെ അടക്കണേ വണ്ണയിച്ചിട്ട് പോയ ആളാ. ജീവിച്ചിരിക്കുന്നതിന്റെ ഭാഗ്യല്ലേ. അത് സാജനല്ല, ബോബിന. ഈ കൈവരമാനുള്ള കുളിക്കൊന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലേ? എല്ലാം ഒന്ന് പരിശോധിച്ചാലേ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഈ 80ന്റെ മേളിൽ പോകുമ്പോ എന്നാലും സൗണ്ട് കേൾക്കാറുണ്ട്. വീൽ കപ്പിനെ ആയിരിക്കും. അലോ ഇട്ടാ മതി, മാറും. അലോ ഇട്ട് കഴിഞ്ഞാൽ മൈലേജ് കുറയും. ഓ, ചുമ്മാതാ. അയ്യോ
എന്നാടി ബ്ലഡ് എടുത്തപ്പോ വെയിൻ കിട്ടിയില്ല. ആ നന്നായി. മനുഷ്യനെ തളത്തി കിടത്തു കൊച്ചേ. അത് ചിലപ്പോ അങ്ങനെയാ ചേച്ചി. അത് എങ്ങനെയാ ചേച്ചി? ചേച്ചി ഇത് നമ്മുടെ പുതുച്ചോട്ടിലെ പാപ്പച്ചൻ ചേട്ടന്റെ മോളാ. ആരായാലും എന്താ? 1 മാസമായതേ ഉള്ളൂ കേറിട്ട്. 1 മാസമായിട്ടും പഠിച്ചില്ലേ? ഇതിനൊക്കെ പണി പഠിക്കാൻ എന്റെ കയ്യെ കിട്ടിയുള്ളൂ. മനുഷ്യന്റെ കൈ മുഴുവൻ കുത്തി ഒരു വകയാക്കി. മതി, ഒരു ടെസ്റ്റും വേണ്ട, ഒരു മണ്ണങ്ങട്ടയും വേണ്ട. ഓ അവിടെ നിപ്പം ഭാവം കണ്ട ഡോക്ടറാന്ന് തോന്നുന്നു. ഒരു സൂചി ഒന്ന് മാറിയതിന് അവരത്രയൊക്കെ പറഞ്ഞത്. ആ ഏതും പോരാത്ത പുന്നമൂട്ടിലെ പിള്ളേരാ. ഈ മൂത്തോളാണെ ഭർത്താവുമായി തല്ലുപിടിച്ച് ഇവിടെ വന്നിട്ട് 1 വർഷമായി. രാവിലെ പള്ളു പറയാൻ ആരൊക്കെട്ടോ നോക്കിയിരിക്കുന്ന ആളാ. ആ മൂത്തേനൊക്കെ കേമ ഇളയത്. ആ AC അവര് വഴക്ക് പറഞ്ഞിട്ടൊന്നുമല്ല എനിക്ക് വിഷമമായത്. ഈ ബോബിനെ തന്നെ അറിയാം. നീ വേണേ നേരത്തെ ഇറങ്ങിക്കോ. ചിലപ്പോ അവൻ മറന്നുപോയി കാണും. പാല് വാങ്ങിയില്ലേ മോളെ ഇന്ന്? ഇല്ല. കഴിക്കാനൊന്നുമില്ലേ മെറീനെ? ഇല്ല. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് കടിഞ്ചായാണ് ലഭിച്ചത്. കാരണം മെറിൻ ലേറ്റ് ആയതിനാലും അതുപോലെ തന്നെ കടയിൽ നിന്ന് പാൽ ലഭിപ്പാൻ തക്കവണ്ണം കർത്താവ് അനുഗ്രഹം നൽകാതിരുന്നതിനാലുമാണ്. അതുപോലായതിനാൽ നമുക്ക് അടുത്ത വരും ദിനങ്ങളിൽ നല്ല പാൽ ചായ തന്നെ കുടിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ഉറഞ്ഞു പ്രാർത്ഥിക്കാം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ പിടിക്കാൻ പറ്റുന്ന സാധനമല്ല, ഭയങ്കര കട്ടിയുള്ള സാധനം. ആമേ മോട്ടർ ഓഫാക്കടാ. മോട്ടർ ആർക്ക് വേണേലും ഓഫ് ചെയ്യാം. നീ അത് ഓഫാക്കുന്നോ ഇല്ലയോ? ഇവൻ ഇതുവരെ മോട്ടർ ഓഫാക്കിയില്ലയോ? വെള്ളം പോകുന്നല്ലേ പിന്നെയും. കറിവേപ്പില പറിക്കാൻ പറഞ്ഞു. ഹലോ ഹലോ, ഇതാരാ?
ബെറ്റ്സി, വലിയ തിരുമേനയുടെ ബർത്ത്ഡേ കേക്കിൽ ഇരുന്നാലുള്ള മാറ്റർ പറ. നമ്മുടെ ബേക്കറി നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ. ആരാ അയക്കാന്ന് പറഞ്ഞേ? എടി കൊച്ചെ, അതേ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. ഒന്നും വന്നിട്ടില്ല. നീ അതിങ്ങിതാ, ഞാൻ നോക്കട്ടെ. നോക്കിട്ടാ പറയുന്ന ഒന്നും വന്നിട്ടില്ല എന്ന്. ഷേ, ഇതെന്ത് പാടാ. അല്ലെ പിന്നെ ഹാപ്പി ബർത്ത്ഡേ തിരുമേനി. ആ കോളെ ഒരു കേസ് കൊടുത്തിട്ടേക്ക്. റസ്ക് ഉണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് വരും. അമ്മച്ചിക്ക് പല്ല് കൊഴിഞ്ഞ പിന്നെ റസ്ക് ഒരു വീക്ക്നെസ്സാ. ആ, ചായ മുക്കി കഴിക്കാൻ പറയണം, അല്ലെങ്കിൽ മോണ മുറി. അമ്മച്ചാ, ഷാജിയോട് വേറെ എന്തെങ്കിലും പറയണോ? അമ്മച്ചാ അല്ല വരണേ, ന്യൂൺ ഷോയ്ക്ക് പോയാലോ? വാ, ഇതിനകത്ത് പോ. എടി ദീപ്തി, നിനക്കറിയാവോ അന്നത്തെ ഇവരുടെ ആ സംഭവത്തിന് ശേഷം ആ സജിയും ടീമും ജംഗ്ഷനിൽ ഫ്ലെക്സ് വെച്ചില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്ക് നിറയെ കഥകളാണ് ഇവളെ കുറിച്ച് അവർ പറഞ്ഞു വരത്തിയത്. നീ പിന്നെ പഠിക്കാനായിട്ടൊക്കെ സെക്രട്ടറി പോയല്ലോ. ആ സമയത്ത് ഞാൻ ഇവിടെ IHDയിലായിരുന്നു. അവിടെ എൻ്റെ കൂടെ നമ്മുടെ അജീഷിന്റെ ലൈനും ഉണ്ടായിരുന്നു, നമ്മുടെ തെക്കേലെ ജാനറ്റ്. നമ്മുടെ ഫിലാഡൽഫിയ. ആ, അവള് തന്നെ. അവളൊരു ദിവസം അജീഷിനോട് പറഞ്ഞേക്കുവാ ഇവക്കടെ അഭിലാഷിന്റെ എന്തോ ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഞാൻ ഒരിക്കൽ സ്റ്റാൻഡ് വെച്ചോട്ടപ്പോ ചോദിച്ചു, എടി നിന്റെ ഒരു ക്ലിപ്പ് കിട്ടിയെന്ന് അറിഞ്ഞല്ലോ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന്. അവളൊരു ഒളിച്ച മോന്തേട്ടങ്ങ് പോയി. അവള് ഫിലാഡൽഫിക്ക് പോയി നന്നായി, അല്ല ഞാൻ അവളെ കൊന്നേനെ. മാസികം വായിച്ചോണ്ടിരുന്നോ? ഒരു ജോലിയും ചെയ്യണ്ട. കാശെടു. വേണ്ടേ ഇത് കുടിക്ക. സൗദി ഷേക്കാ, ഡ്രൈ ഫ്രൂട്ട്സ് ഇതില് കൂടുതൽ. എന്നാ പറ്റി? നല്ല മൂഡിലാണല്ലോ ചേച്ചി. എടാ, ഈ ബോബിനി മൈഗ്രേഷൻ എന്ന് പറഞ്ഞു നടക്കുന്നത് ചുമ്മാ ഉള്ളതാണോ? പിന്നല്ലാതെ. ഇവനൊക്കെ എന്ത് കണ്ടിട്ടാ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അങ്ങ് നിന്നോളാൻ പറയുന്നത്? അത് ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ബോബിച്ചായനെ ഇവിടത്തെ കാര്യങ്ങളെ കാട്ടിൽ അറിവ് പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയാ. പിന്നെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ആള് വലിയ സംഭവ, ഭയങ്കര നോളജ് ആന്നേ. ഉവ്വ, എന്നിട്ടാ കോളേജ് കഴിഞ്ഞ് ഇവിടെ അങ്ങ് നിന്നുപോയെ. അത് സമയദോഷം. ഒമാനില് മൈക്കിളുടെ കസിന്റെ അടുത്തേക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് വിട്ടതാ. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇങ്ങ് കേറി പോന്നില്ലേ? അതവിടുത്തെ ക്ലൈമറ്റ് പിടിക്കാത്തോണ്ടായിരിക്കും. ഇപ്പൊ എന്റെ പിന്നാലെ കൂടിയിരിക്കുവാ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞു. ലോകത്തുള്ള ഏതെങ്കിലും അനിയൻ സ്വന്തം ചേച്ചിയോട് ഇങ്ങനെ കാണിക്കുവോ? എന്നെ ഡിവോഴ്സ് എടുപ്പിച്ച് ജോർജിയയിലുള്ള ഷിജോന്റെ തലയിൽ കെട്ടിവെച്ച് നാട് കടത്തി ചുങ്കപ്പാറയിലുള്ള വീടും പറമ്പും വിറ്റിട്ടാണ് അവന്റെ മൈഗ്രേഷൻ എങ്കിൽ അവൻ ഈ ജീവിതത്തിലെങ്ങും പോവില്ല. അല്ല, സൗദി ഷേക്ക് എങ്ങനെ ഉണ്ട്? ഒന്നുകൂടെ എടുക്കട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ടോ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. ഞാൻ പോയിട്ട് വരാം ചേച്ചി. ഷേക്ക് അടിപൊളിയായിരുന്നു ചേച്ചി. പതിവില്ലാതെ ഷേക്ക് എന്നപ്പോഴേ ഞാൻ വിചാരിക്കണ ഒരു നാഗവല്ലിയാവും. എടാ, നീ മറ്റേ പടം കണ്ടായിരുന്നോ? ആ ഏലിയൻസ് ഒന്ന് കടലിൽ പറ്റിക്കുന്നേ. എടാ, ഇന്ത്യയെക്കാളും ദാരിദ്ര്യമാണ് അമേരിക്കയില്. ഇവിടെ 2 GB ഡെയിലി ഫ്രീയാ. പക്ഷെ വെളുപ്പിന് 4 തീരും. യുനോ, ദർശനം നൽകണേ മിശിഹായി. എന്തോ വേണ്ടേ? പള്ളിയുടെ യൂത്ത് വിങ്ങിന്റെ യുവജന മാർച്ചുണ്ട് നാളെ കോട്ടയത്ത്. അതിനൊന്ന് പോണം. അപ്പൊ ട്രെയിൻ ടൈം നോക്കാനാ. അതിന് യൂത്ത് മാർച്ചില്ല. അമ്മാച്ചൻ എന്താ കാര്യം? അത് യൂത്തിനുള്ളതല്ലേ. കല്യാണം കഴിക്കാത്തവരൊക്കെ യൂത്ത് അടി കൊച്ചായി. അതറിയത്തില്ല. പിന്നെ ആ, നീ അതിങ്ങിതാ. എന്തിനാ? വേണാടിന്റെ സമയം നോക്കാൻ. ആ, വേണാടിന് ഒരു സമയമുള്ളൂ. അത് ആഴ്ചയിൽ മാറത്തൊന്നുമില്ല. ഓ, ഇത് വലിയ കോടാലി ആയല്ലോ. ഞാനേ നാളെ രാവിലെ നോക്കി പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവിടെ പോയി തേങ്ങ ചിരണ്ടണം. തേങ്ങ ചിരണ്ടോ? യൂത്ത് ആണെങ്കിലും വിശപ്പാണല്ലോ. യൂത്ത് ആയിക്കണങ്ങ് ചെല്ല്. തേങ്ങ ചിരണ്ടിടാം മിശിഹായി. ആ, ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞു. ഫിലാഡൽഫിയയിൽ എന്തുകൊണ്ട് വിശേഷം മോനെ? ഓ, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ,
രാവിലെ 1 മണിക്കൂർ എടുത്താ ജിബിൻ റോട്ടിൽ നിന്ന് ഐസ് മാറ്റുന്നേ. ഞാനും അവനും കൂടെ ഈ മഞ്ഞുമാന്തി യന്ത്രമില്ലേ, അത് റെന്റിന് കൊടുക്കുന്ന ബിസിനസിനെ പറ്റി സംസാരിക്കുമോ. വിന്ററിൽ നല്ല സ്കോപ്പാ. എന്നാ പിന്നെ നിന്റെ ബോബ് സിറാമിക്സിന്റെ ഒരു ഫ്രാഞ്ചൈസി അവിടെ തുടങ്ങാൻ പറ. റാന്നിക്കാർ നിന്റെ ക്ലോസറ്റും ബാത്ടബും ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഫിലാഡൽഫിയക്കാർ വാങ്ങിക്കും, അതുറപ്പാ. കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നില്ലായിരുന്നെങ്കിലേ തിരുവല്ലയിലും കോഴഞ്ചേരിയിലും ബോബ് സെറാമിക്സിന്റെ 2 ബ്രാഞ്ചുകൾ ഇരുന്നേനെ. പിന്നെ വെള്ളം പൊങ്ങിയാ കേടായി പോകുന്ന സാധനമല്ലയോ നിന്റെ ഈ ക്ലോസറ്റും ബാത്ടബും ഒക്കെ. ഇവിടെ 2 നിലപ്പൊക്കത്തിൽ വെള്ളം പൊങ്ങി മുഴുവൻ സാധനം പോയിട്ടും നമ്മുടെ ബേക്കറി ഒന്നേന്ന് തിരിച്ചു കൊണ്ടുവന്നില്ലേ. മാസം 6000 രൂപ വാടക കിട്ടുന്ന കടമുറിയാ. നീ ഈ ക്ലോസറ്റും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാതെ അതങ്ങ് ഒഴിഞ്ഞു കൊടുക്ക്. ആ രാജൻ റബ്ബർ ഷീറ്റ് വയ്ക്കാൻ ഒരു കടമുറി അന്വേഷിച്ച് നടക്കുക. അല്ലെങ്കിൽ അവക്കോട്, അവക്ക് എന്തൊക്കെയോ പ്ലാനുണ്ട്, എംബ്രോയിഡറിയോ ബൊട്ടീക്കോ എന്തൊക്കെയോ. ഓഹോ, അപ്പൊ അവക്കിനി തിരിച്ചു പോകാൻ പ്ലാനൊന്നുമില്ലേ? ബാക്കിയുള്ളവന് എന്ത് തേങ്ങി തുടങ്ങാലോ. എന്റെ പാഷൻ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. വിറ്റേക്കാം, എല്ലാം വിറ്റേക്കാം. അങ്ങനെയാണെങ്കിൽ വിൽക്കുമ്പോൾ ആ ബാറ്റോ പൊഴിച്ച് എല്ലാം വിറ്റേക്കും. അതെടുത്ത് ടെറസിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ അടുത്ത പ്രാവശ്യം വെള്ളപ്പൊക്കം വരുമ്പോൾ ഒരു നയം പെടുത്ത് തുഴഞ്ഞ് അതിൽ കയറി ഇങ്ങനെ രക്ഷപ്പെടാമല്ലോ. ഈ ചങ്ങാടത്തിന് പകരം ഇവിടുന്ന് ഫിഷ് ഫ്രൈ എന്തി 2 ഉള്ളായിരുന്നു, 2 ഞാൻ തിന്നു. അപ്പൊ പിന്നെ ഞാൻ എന്തെടുത്ത് കഴിക്കും? എടീ, ഒരു ഫിഷ് ഫ്രൈ ഉണ്ടെങ്കിൽ അവന് കൊടുക്കണേ. അതിന്റെ പേരിൽ ഇനി അവൻ നെക്സലാണ്. അവിടെ ഇനി ഫിഷ് ഫ്രൈ ഇല്ല. വേണമെങ്കിലേ ഈ മുള്ളെടുത്തു തന്നു. നീ പൊടി പൊടങ്ങൂട്ടെ. ഇതേണ്ടേ, എന്നാ നീ ഇത് തന്നു. ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ നേരം എന്താ ഈ ഫോണിൽ ചെയ്യുന്നത്? 2-3 ദിവസമായി തുടങ്ങിയിട്ട്. ഏതോ ഏടാകൂടത്തിൽ പെട്ടിട്ടുണ്ട്. ഒരു ഏടാകൂടവും ഇല്ല. എന്റെ ഫോണിലേക്ക് ആരോ മെസ്സേജ് അയക്കുന്നുണ്ട്. നിന്റെ ഫോണിലേക്കോ? ആ, എന്റെ ഫോണല്ല, ബേക്കറി ഫോൺ. ഒരു കാര്യം ചെയ്യ്, ബേക്കറിയുടെ ബോർഡിൽ ആ നമ്പർ മാറ്റിയേക്ക്. മോനെ ബോബനെ, എന്നാ നീ എന്നെ എടുക്കാടാ അവിടെ? ഒന്നുമില്ല. നീ ആടാ ഫോൺ ഇങ്ങോട്ടും തന്നെ. എന്നാത്തിനാ? വേണാട് പോയെന്ന് അറിയാനാ. വേണാട് പോയി. അയ്യോ, പോവാൻ വഴിയില്ലല്ലോ. ஹலோ, மைக்கேல் வசந்தா? எஸ். நான் ஆந்திரா பக்கத்தில் குண்டூர்ல இருந்து பேசுறேன்.
பாரு மைக்கேல், உங்க மனைவி பெட்சி ஏதோ அவிகிதத்தில் பெட்டு நைட்டு ஃபுல்லா யார்கிட்டயோ பேசி ஒரு கிறுக்கி மாதிரி அலைஞ்சு திரிஞ்சு நடக்கு. உங்க வெட்டிங் லைஃபை சேவ் பண்ணணும்னா இதுதான் கடைசி சான்ஸ். பாபின், நீ எப்படிதான் குரல் மாத்தி பேசுறேன்னு எனக்கு தெரியும். இத பாரு, உன் தங்கச்சி கிட்ட ஏதாவது பேசணும்னா டைரக்டா கேளு. டோன்ட் டு திஸ் புல்ஷிட். ஓகே. ഇതൊക്കെ ഓർഡറാടാ. ഓർഡറാണെന്ന് അവിടൊക്കെ. വന്നു. പക്ഷേ ആ രണ്ടാമത്തെ ബാച്ചിന്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ആ ഞാൻ നോക്കാം. ഇന്നലെ തൂക്കത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് സമ്മതിക്കില്ല. എക്കണോമി ഡള്ള. വേദനിപ്പിക്കല്ലേ? കഴിഞ്ഞു. എടുത്തല്ലോ. തീർന്നല്ലോ. ഒന്നുകൂടെ കുത്തണം, ബ്ലഡ് കിട്ടിയില്ല. ഇപ്പൊ വരാവേ. ഹലോ, ആരത്? ഒന്ന് ചെല്ലു പ്ലീസ്. ഹലോ ഹലോ, ഒരു മിനിറ്റ്. ഇതാരാ? ഹലോ, ഇത് ഞാനാ, മെറിൻ. മെറിനോ? ഏത്? പണ്ടേ മെസ്സേജ് പഠിച്ച. ഓ, സ്കൂളിൽ വെച്ച് ജിഷയുടെ കൂടെ നടത്തരുത്, ആറ്റത്തെ ക്ലാസ്സിൽ. അതെ, കഴിഞ്ഞ ദിവസം കടയിലെ നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എല്ലാം ചെയ്തായിരുന്നു. അത് ബോബിന്റെ നമ്പറായിട്ട് അതാ ഉണ്ടായിരുന്നെ, അതുകൊണ്ടാ അതിലോട്ട് മെസ്സേജ് അയച്ചു. ഓ, അതെന്റെ പഴയ നമ്പറാ. ആ മനസ്സിലായി. ഇപ്പൊ അത് ചേച്ചിയുടെ കയ്യിലാണെന്ന് മനസ്സിലായി. ഓ, അപ്പൊ തെറ്റി മെസ്സേജ് അയച്ചല്ലേ. ഈ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ജോയിൻ ചെയ്തിട്ട് കുറേ ആയോ? ഒരു മാസം ആവാറായി. എന്നാ പിന്നെ ഒരു മിനിറ്റ്, നാളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്നാ പറ്റി? ഒരു കാര്യം പറയാനാ. നാളെ ഞാൻ അന്ന് ഹൈസ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോഴാ ബോബൻ എന്നോട് ആദ്യമായി മിണ്ടുന്നത്. അന്നപ്പോ തേക്കടി വെച്ചേ എന്റെ കയ്യിലുള്ള കോഫി ബോബിന്റെ ഷർട്ടിലോട്ട് മറിഞ്ഞു വീണു. എന്നിട്ട് എന്നെ വന്ന് 4 ചാടിക്കും. അന്നേ ഭയങ്കര ദേഷ്യക്കാരനാ. എന്നതിനാ വരാൻ പറഞ്ഞു? തിരക്കുണ്ടോ? ചെറുതായിട്ട്. ഞാൻ ഈ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ. അയ്യോ, ഇപ്പോഴോ? അയ്യോ, ഇപ്പോഴല്ല, അടുത്ത വർഷം. ഈ റാന്നിയിലെ ഒരു പണിയില്ലാത്ത ചായമാരുടെ ചെറിയൊരു ഹോബിയാണ് ഈ മൈഗ്രേഷൻ. ജെയിംസ്? അല്ല, ഞാൻ ഈ വാട്സാപ്പ് ഫോർവേഡ് അയച്ചപ്പോ ബെച്ച് തിരിച്ചേക്കുവാ. ജെയിംസ് ആണോ? ജെയിംസ് അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേരെന്നാ? അത് മൈക്കിൾ. ബോബിനിപ്പോ പഴയ ഫ്രണ്ട്സിനൊക്കെ കാണാറുണ്ടോ? വേറെന്തെങ്കിലും അയച്ചായിരുന്നോ? ഇല്ല. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. എനിക്കൊന്ന് എരുമക്കാട് വരെ ഒന്ന് പോണം. വേറൊന്നുമില്ലല്ലോ.
ഇല്ല, ഇത് പറയാനാ വിളിച്ചത്. അപ്പൊ ശരി. അതെ, ഒരു സഹായം ചെയ്യാമോ? എന്തുവാ? ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഒരു മെസ്സേജ് അയക്കാമോ? ഈ ജെയിംസ് ആരാന്നറിയാനാ. വേറൊന്നുമില്ല. ഫ്രൂട്ട് സാലഡ് കഴിക്കേ, ഞാൻ ഒരു സ്പൂണേ കഴിച്ചിട്ടുള്ളൂ. ചേട്ടോ റിബണ്ണുണ്ടോ? അപ്പുറത്തെ ബേക്കറി പോയി ചോദിക്കണം. ഇവനൊക്കെ എന്തിനാണ് ഈ കടയിൽ എന്റെ തലവേദനയാണ്. ഓ, ഇവന്റെ ഷോടാവും. ചായ ചുമ്മാ നാട്ടിക്കല്ലേ. നിങ്ങൾ ഈ ആഴ്ചയിൽ ഒരിക്കലും വരുന്ന പോലെ അല്ല, ഇവിടെ ദിവസം വരുന്ന പോലെ. വലിയ കഷ്ടപ്പാടാ, കണ്ടില്ലേ? എന്നും ജിമ്മിൽ പോകുന്നോണ്ടായിരിക്കും നിനക്കൊരു ജിം ക്യാരി ലുക്ക് ഉണ്ട്. ജിം ക്യാരി കുറച്ചുകൂടെ ഒന്ന് അടിച്ച് കേട്ടേ. എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഓസ്ട്രേലിയ പോകുന്നതിന് മുമ്പ് 6 പാക്ക് ആയാൽ മതിയായിരുന്നു. എടാ, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പോയാലോ? നമ്മുടെ ഉപാസനെ പുതിയ ഇംഗ്ലീഷ് പടം വന്നിട്ടുണ്ട്. മൊത്തം ഏലിയൻസ് ആണ്. ഏലിയൻസ് മൊത്തം അമേരിക്കയിലായിരിക്കും അല്ലേ? ഇല്ലടാ, ഇവിടെ മാമുക്ക് ജംഗ്ഷനിൽ. റാന്നിയിലിങ്ങി എന്നാത്തിനാ പുറമേ ഒരു ഏലിയൻ. പിന്നെ ഇന്ന് എനിക്ക് രാത്രി ഒരു പാർട്ടി ഉണ്ട്. നമ്മുടെ ചെറുപുഷ്പം നേഴ്സറി നടത്തുന്നില്ലേ, തടിയൂരിലെ ജെയിംസ് ചായൻ, പുള്ളി ബഹറിൽ നിന്ന് വന്നിട്ടുണ്ട്. സിംഗിൾ മാൾട്ട് വിസ്കിയാ. ഏത് ജെയിംസ്? ചേട്ടാ എടാ, നിന്റെ ഫോട്ടോ വല്ലുണ്ടോ പുള്ളിയുടെ? ഫോട്ടോ? ഫോട്ടോ ഉണ്ടെങ്കിൽ പറ, ഒരു ആവശ്യമുണ്ട്. ഫോട്ടോ ഒന്നുമില്ല. വാട്സാപ്പ് ഡി പി എവിടെ കാണിച്ചു? വേണോ? കാണിക്കേ, വേഗം എടുക്ക. എടുക്കുവാ. കണ്ടോ? ഇതല്ലേ ഇതല്ലേ? ഇതാണല്ലോ ജെയിംസ് ചായൻ. ജെയിംസ് ചായനെ മുമ്പ് പരിചയമുണ്ടോ? ഇല്ല, പക്ഷെ എന്റെ മനസ്സിലെ ജെയിംസ് അച്ചായന്റെ രൂപ ഇതല്ല. ഇതല്ലേ? അപ്പൊ ബഹറിൽ നിന്ന് വന്ന ഇയാളല്ലേ? കണ്ടെത്തുവാനായി നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. ടെമ്പോയില് ഓസ്ട്രേലിയ അല്ലേ ഇപ്പൊ നീ? പെണ്ണ് എത്ര കാലമായി പുറത്തിറങ്ങി ഇതുപോലെ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട്? കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. അതാ ഉമല്ലൂരിലെ ബിജു അല്ലേ, ന്യൂസിലാൻഡിൽ? അവര് പഴയ ഫ്രണ്ട്സ് അടാവുക. അതെ, സംസാരം കേട്ടിട്ടേ എന്നെ കുറിച്ചാന്ന് തോന്നുന്നു. നിന്നെ കുറിച്ചാ? നോക്കോ. എടാ, നീ ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്നത്? ന്യൂസിലാൻഡിലാ. ബൈ ദ വേ, നിന്റെ അനിയനെ എന്ത് ചെയ്യുന്നു? അയ്യോ, അവനിപ്പോ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. സ്മാർട്ട് ബോയ്. ന്യൂസിലാൻഡിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലവനാണ്, തങ്കപ്പെട്ടവൻ. ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ നീ വിചാരിച്ച എന്തെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂടാ? അല്ല, നീ വല്ല പെട്രോൾ പമ്പോ സൂപ്പർ മാർക്കറ്റോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവൻ അങ്ങ് സന്തോഷാവത്തേ ഉള്ളൂ. ആ നിക്കുന്നത് നിന്റെ ചേച്ചി തന്നെയല്ലേ? അവള് പറഞ്ഞ പോലെ തന്നെ.
ആ പോര് പോര്. ഹലോ, എന്ത് ചെയ്യുക? ചേച്ചി എന്തെങ്കിലും മെസ്സേജ് അയച്ചോ? ഇല്ല. ഇല്ലല്ലേ? അപ്പൊ ശരി. നോക്കിക്കോ, ഇപ്പൊ തിരിച്ചു വിളിക്കും. ഹലോ ഹലോ ഹലോ, നേരത്തെ കിടക്കൂ? ഇല്ല, ലേറ്റ് ആയിട്ട് ഉറങ്ങാറ്. ചുമ്മാ ചോദിച്ചതാ. ഞാനും ലേറ്റ് ആയിട്ടാ കിടക്കാറ്. എന്നതാ? കുറച്ച് ശുദ്ധവായും നോസ്റ്റാൾജിയും കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ഏതായാലും ഇവിടെ കിടന്ന് ഉറങ്ങല്ലേ? വാ. ഇന്നകന്നകന്നിതാ ഞാനറിയാതെങ്ങോ പോയി നെഞ്ചിതാ പാടാതെന്തോ ഞാൻ പാടുന്നിന്നിതാ കൂടെ മൂടും പോൽ കാറ്റിതാ വാതിൽ ചാരിയ വഴി നീളും നിലാവ് പോൽ രാവിലിന്ന് വന്നു ഈ തോരാമഴയിൽ തേനു തീരാതൊഴുകിടും പതിയ നീളും മൊഴികളും തേനു തീരാതെ ഒന്നുമേ മിണ്ടാതെ കണ്ണുകളോ ചിമ്മാതെ തോന്നിയാതെ രാവിന്നിരുളിൽ ഈറാന്തൽ നിഴലിൽ കൈകൾ ഒരു കഥ എഴുതുന്നേ വേണ്ട വേണ്ട വേണ്ട, സാജൻ ബേക്കറിക്ക് കൊക്കക്കോളയായിട്ട് ഒരു കൊളാബറേഷൻ താല്പര്യമില്ല. പിന്നെ കൊക്കക്കോളയ്ക്ക് വലിയ നഷ്ടമായി പോയി. കാൽപദം ഉയരവേ ചുരുളും പുതപ്പിൻ കീഴേ നെഞ്ചം ഇടിക്കുന്നു താളം പിടിക്കുന്നു ചേരുന്നെന്നിലെ മഞ്ഞോലും സുഖമെന്തോ ഈ തോരാമഴയിൽ തേനു തീരാതൊഴുകിടും പതിയ നീളും മൊഴികളും തേനു തീരാതെ ഒന്നുമേ മിണ്ടാതെ കണ്ണുകളോ ചിമ്മാതെ തോന്നിയാതെ സ്വപ്നങ്ങളിൽ ആയിരം സ്വപ്നങ്ങളിൽ കാണുമീ ചിരിതൻ നിറവിൽ ഇനിരാവെല്ലാം നീളെ ഓളങ്ങൾ പോൽ എന്നിളിയോളങ്ങൾ പോൽ നീ വരും നേരം എൻ നെഞ്ച് ഓ ജിൽ 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 നെഞ്ചം ഇടിക്കുന്നു താളം പിടിക്കുന്നു ചേരുന്നെന്നിലെ മഞ്ഞോലും സുഖമെന്തോ നീ കാണാനകലെ അയ്യോ, എനിക്കൊരു വയറുവേദന. അയ്യോ, ഭാഗ്യം വീടിന് മുമ്പിൽ തന്നെ വന്നത്. എന്ത് പറ്റി? വയറുവേദന. നമുക്കൊന്ന് വീട്ടിൽ കയറിയാലോ? നിർത്തിക്കേ. അല്ല, ഒന്ന് കേറിട്ട് വന്നേ. നിർത്തിക്കേ. വയറുവേദനയില്ലേ? അതെ, നിർത്ത്. അല്ല, ബോബൻ പോയിച്ചു.
എനിക്ക് വയറുവേദന എടുക്കുന്നു. ഇല്ല കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല പറഞ്ഞ ഒന്ന് വീട്ടിൽ കയറിട്ട് പോയാൽ. അല്ല സാറില്ല, പോയിട്ട് വാ. ഭയങ്കര വയറുവേദന. അത് ശരിയാവില്ല ബോബനെ, പെട്ടെന്ന് പോയിട്ട് വാ. ഒന്ന് കയറിട്ട് പോ. വേണ്ട വേണ്ട, പറ്റില്ല. ഇല്ല ചെല്ലു പോയിട്ട് വാ. ഇല്ല ഇല്ല, എനിക്കറിയുന്ന അവിടെ ചേരയൊക്കെ ഉണ്ടോ? വയറുവേദന വേണ്ടായിരുന്നു, തലയിറക്കം മതിയാ. പോയിട്ട് വരാം. എന്നാലും എന്റെ പൊന്നെ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരു ഉമ്മയല്ലേ ഞാൻ ആഗ്രഹിച്ചോളൂ. അതെ, അരമണിക്കൂറായി അതും തേച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. കൊണ്ടുപോയി കഴിവുകളാ. ഇത് കൊള്ളത്തില്ലേ? പിന്നെ പൊള്ളി കൊടുന്നു വരും. അങ്ങനെയെങ്കിലും വെളുത്താൽ മതിയായിരുന്നു. എടാ, ഈ പത്മശ്രീ ഇട്ട എന്താ ഒരു വഴി? മോഷ്ടിക്കേണ്ടി വരും. என்ன நினைச்ச நீ என்ன நினைச்ச என் நெஞ்சுக்குள்ள உன்னை வச்ச കാര്യങ്ങൾ നഷ്ടമാണെങ്കിലും മദ്യപാനത്തെ ചെറുടെ മടിയൊന്നും കേട്ടോ. ഇതൊക്കെ വെള്ളം കയറിയതാണോ? എന്തുവാ? അല്ല, പകുതി പൈസക്ക് കൊടുക്കുന്നോ? മനസ്സിലായി. ഓസ് താണ്ടെ കടയിൽ കസ്റ്റമേഴ്സ് വരാണ്, ശ്രദ്ധിച്ചോണം കേട്ടോ. കസ്റ്റമേഴ്സാ? ഞാനില്ലാതെ വേറെ ആരെങ്കിലും വരാറുണ്ട്? ഇതിനകത്ത് CCTV ഇല്ലാന്ന് കരുതിട്ട് വേണ്ടാതിനെ കാണിക്കണ്ട കേട്ടോ. മൊത്തം കണ്ണാടിയാ. ഒരു മിനിറ്റ് ആയിട്ട് വന്നാ പോരായിരുന്നോ? സൗകര്യപ്പെടത്തില്ല. മെറിനെ ആ ഫോണും തരുമോ? നിനക്ക് ഇച്ചിരി പോലും നാണല്ലേ പരിപാടി കാണിക്കാൻ? മെറിനെ, സ്വന്തം ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നാണമില്ലാത്തവെന്നുള്ള വിളി മാത്രം ബാക്കി. നിന്റെ ഈ സഹായം എനിക്ക് ഇന്നും കൂടെ മതി. ഞാനിപ്പോ അവക്കൊരു തമിഴ് ഡുവറ്റ് അങ്ങോട്ട് അയക്കാം. അത് കേട്ട് കഴിഞ്ഞാൽ അവള് പെട്ടിയും കുട്ടി മൈക്കിളിനെ കാണാൻ ഓടും. എന്താടി, പതിവില്ലാതെ നിന്റെ മുറിയിൽ നല്ലൊരു ലവ് സോങ് ഒക്കെ കേട്ടല്ലോ. ആ തമിഴ് പാട്ടല്ലേ, അതൊരു ഫോർവേഡ്. തമിഴ് പാട്ടൊക്കെ ആർക്കറിയാം. ഇനിയിപ്പോ നിന്റെ കെട്ടിയോ മൈക്കിളാണോ? പപ്പടം ഉണ്ടോ? സ്റ്റോറിലുണ്ട്. നീ തമിഴ് പാട്ടൊക്കെ കേൾക്കാൻ തുടങ്ങിയോ? ഹലോ, ജാടയാണോ മോളിസേ? ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുവാ? ഞാൻ അനീഷ് മാത്യുവിനെ കൂട്ടിരിക്കുക. അനീഷോ? ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ? താൻ എവിടെ ഉള്ളേ? എന്തിനാ? പറ. ഇങ്ങോട്ട് വരാൻ വല്ലതാണോ? വരണോ? ഓ, ഇങ്ങോട്ടൊന്നും വരണ്ട, നാളെ വൈകിട്ട് കണ്ടാ പോരെ? ശരി. അതെ, ഒരു കാര്യം. ഈ അനീഷ് ആരാ? കൂടെ വർക്ക് ചെയ്യുന്ന അനീഷ്. അവനെ പനി പിടിച്ച് വയ്യാതെ കിടക്കുക. അവനിപ്പോ കൂട്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ബോബനെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ചെറിയ പനിയുണ്ടോ? അനീഷ് അഭിലാഷ് ഇവനെയൊക്കെ കയറി ഒട്ടിക്കുന്നു. ഹലോ, അനീഷിന്റെ പനിയൊക്കെ മാറ്റി കൊടുത്തോ? എന്റെ ബോബനെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ നാളെ വിളിക്കാം. അതെ, ഒരു മിനിറ്റ്. എന്താ? ഞാൻ അയച്ച തമിഴ് സോങ് ഇല്ലേ, ആ ഐഡിയ ചീറ്റിപ്പോയി. ബാക്കി ഈ മ്യൂസിക്കിലൊന്നും വലിയ ടേസ്റ്റ് ഇല്ലെന്നാ തോന്നുന്നത്. എന്റെ പൊന്നു ബോബനെ, നീ അയച്ച പാട്ട് ഞാൻ കേട്ടു. അവക്കല്ല, നിനക്കാ ടേസ്റ്റ് ഇല്ലാത്ത. അയ്യോ, എന്നാ ദുരന്തത്. പ്ലീസ്, എനിക്കൊരു അബദ്ധം പറ്റി. ഇനി എന്ത് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ബെച്ചയ്ക്ക് മൈക്കിളാണ് മെസ്സേജ് അയച്ചെന്ന് തോന്നണം. അത്രയല്ലേ ഉള്ളൂ? എക്സാക്ട്ലി. എന്നാ നീ ഫോൺ വയ്ക്കുക. പിന്നെ എനിക്ക് ചെറിയൊരു പനി.
ഫ്ലെക്സിബിൾ അല്ല. അതാ ഞാൻ നമ്മുടെ കടയിൽ ഇത് വെക്കാതെ. ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായി. ഇപ്പൊ ബോബൻ എന്നെ കൊണ്ടുവന്നേക്കുന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. പത്തനംതിട്ട വന്നിട്ട് കുറേ നാളായോ? പണ്ട് പഠിക്കുന്ന സമയത്ത് വന്നത്. അറിയാം. അനുരാഗില് പടം കാണാനല്ലേ? അവനിപ്പോ പുറത്തല്ലേ? അന്ന് കൂടെ വന്ന അഭിലാഷ്. എനിക്കറിയത്തില്ല. അതെന്റെ ബോബനെ, സത്യമായിട്ടും ഞാനിത് ജീവിതത്തിൽ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും നിന്നോട് പറയാവേ, അന്ന് അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഞാൻ തന്നെയാണ്. അന്ന് ഞാൻ ഈ ഋത്തിക് റോഷനെ കാണാൻ മുട്ടി നിൽക്കുന്ന സമയത്താണ് ഈ സിനിമ കാണാൻ പോയത്. അപ്പോഴേക്കും നാട്ടുകാരങ്ങ് തീരുമാനിച്ചു ഞാനും അഭിലാഷും അതിനകത്ത് കയറി വേറെ എന്തോ പരിപാടി ചെയ്യണം. അങ്ങനെയാണെ ഞങ്ങൾക്ക് വേറെ എവിടെയും പോയാൽ പോരായിരുന്നോ? അതിൻ്റെ പേരിൽ അപ്പൻ എന്നെ 2 വർഷത്തേക്ക് നാട് കടത്തി. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എനിക്കിഷ്ടമുള്ള പോലെ ജീവിച്ചു. നല്ല സിനിമയൊക്കെ കണ്ട് എനിക്കിഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു. അല്ല, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ ഇപ്പോഴും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ? ചീപ്പായി പോയേ. അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം വെച്ചിട്ട് എനിക്കതിനുള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ അല്ലേ? എന്നുവെച്ച് എന്ത് പോക്കൃത്തരം ചോദിക്കാന്നാണോ? ചേച്ചി ബില്ല്. അന്ന് തിയേറ്ററിൽ പോയി സിനിമ കണ്ടത് ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ബൈക്കിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ഈ ബസ് ഓട്ടോയിൽ കൊള്ളപ്പോ പിന്നെ എനിക്ക് കല്യാണം എന്ന് പറയുമ്പം എൻ്റെ പെണ്ണി മറ്റാണുങ്ങളുടെ ഞരമ്പൊക്കെ തേടുന്നത് കുത്തി വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ തിരുമ്മി കൊടുക്കുന്നതൊന്നും അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ലേ. മെറിനറിയാലോ, ഞാൻ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ അത് നടക്കും തോന്നില്ല. ആ തെണ്ടി അവിടെ ഉണ്ടല്ലോ, അഭിലാഷ്. എന്നെ വീട്ടിൽ ഇരുത്തിയിട്ട് ഞാൻ എങ്ങനെ ധൈര്യത്തോടെ ജോലിക്ക് പോകും? നിങ്ങൾ സിനിമയ്ക്കുള്ളിൽ പോയാലും. എന്താ സാധനം? ബോബനൊന്ന് വണ്ടി നിർത്തിക്കേ. എന്നതിന് വണ്ടി നിർത്തി ബോബനെ. ഇതിനൊക്കെ ഭേദേ എന്റെ അപ്പനാ. ബോബൻ ചെല്ലേ, ഞാൻ നടന്നു പോക്കോളാം. എടാ ബോബിന്, നാളെ എൻ്റെ കൂടെ തേനി വരെ ഒന്ന് വരുവോ? അമ്മാച്ചനോട് ഇപ്പൊ പറയണ്ട. എന്നെ ഈ തൂണി പിടിച്ച് കെട്ടിയിട്ടിട്ട് 10 പെടം അടക്കിയാ വേണ്ടത്. നീ ഒരു മനുഷ്യനാ? തലയ്ക്ക് സുഖമില്ലാത്ത ആ കുട്ടി രാജാ കയ ബച്ചാ അത് രംഗ പരദുലേ. രാജാ കയ ബച്ചാ അത് രംഗ പരദുലേ. വീഡിയോ കോളോ? ഹലോ ഹലോ, എന്നടി വേണ്ട അപ്പുറേ കൊണ്ടല്ലോ. ഞാൻ ഷർട്ടൊന്നും ഇട്ടില്ല. അതൊന്നും കുഴപ്പമില്ല ബോബനെ, ഷർട്ടൊന്നും ഇങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസിൽ അല്ലേ. ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചോളാം, നീ വെച്ചേ. വെക്കില്ല. ഇങ്ങനെ ഞാനൊരോട്ടോട്ട് ബോബനെ വിളിക്കും. ഹലോ എടി, നീ ഇന്നലെ എന്ത് പരിപാടിയാണ് കാണിച്ചേ?
അതും അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുന്നിൽ വെച്ച്. വീട്ടിലെല്ലാം പിടിച്ചു. എന്ത് പിടിച്ചു? ഇനി എന്നോട് ഇവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞു. അപ്പൊ നീ എന്തോ? ഞാൻ ബാംഗ്ലൂർക്ക് പോവാ. ബാംഗ്ലൂർക്കോ? അതെന്നാ പരിപാടിയാ? ദേ ഞങ്ങൾ മൈക്കിളിനെ കാണാൻ വേണ്ടി തേനിക്കുവാൻ ഇറങ്ങുക. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീര ട്രീറ്റ് ഞാൻ തരും. ഇനി മീറ്റ് ചെയ്യാനൊന്നുമില്ല ബോബനെ. നമ്മൾ ഇനി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോയാൽ പോരെ? ഇല്ല, ഞാൻ ഇന്ന് തന്നെ പോവാം. പിന്നെ എന്താ കാണുന്നത്? എപ്പോഴെങ്കിലും കാണാം. ബൈ. അതെ, ഇനി എന്നെ ഫോണെ വിളിച്ചാൽ കിട്ടത്തില്ല. എടാ ബോബിനെ, ഇവനെ ഇങ്ങനെയൊക്കെ പഠിക്കും. ഇപ്പൊ ഞാൻ പോയില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പൻ എന്നോട് മിണ്ടാൻ വേണ്ട. മാമ്പൂക്കൾ കൊഴിയാതെന്തേ നിൽപ്പൂ ഈ നെഞ്ചിൽ മാഗന്ധം തേടും ഈറൻ കാലം പോരുന്നോ വരൂ വരൂ കാർക്കാലമേ വീണ്ടും നീ മൺചൂടിൻ எப்போ வந்த? ഉറങ്ങുമായിരുന്നോ? இல்ல இல்ல, சும்மா தான் படுத்திருந்தேன். தனியா வந்த? ഇല്ല, ബോബിനുണ്ട്. ஓ, ബോബിൻ எப்படி இருக்கான்? അപ്പം എനിക്ക് സുഖമാണോന്ന് ചോദിക്കുന്നില്ലേ? യു സ്റ്റിൽ സ്മോക്ക്? இல்ல, அதெல்லாம் விட்டு ரொம்ப நாள் ஆச்சு. ഇപ്പൊ വീട്ടിൽ പോവാറില്ലേ? ഹൗസ് ബിസിനസ്? வீட்டில் ரெனோவேஷன் நடக்குது, அதனால நான் இங்கே வர வச்சேன். பிஸ்னஸ் ஆல் இஸ் ஃபைன். இப்போ நியூயார்க் ஹவுஸ்ல நல்லா தான் இருந்துச்சு. ஸோ ஆல் குட். എനിക്ക് വീട്ടിലൊരു സുഖമില്ല. എവിടെയെങ്കിലും മാറി നിൽക്കണമെന്ന് തോന്നുന്നു. ആ ബോബിനാണെങ്കിൽ എന്നെ ഫുൾ ടൈം വീട്ടിൽ നിന്ന് പുറത്താക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. Crazy. So what have you got planned? You should do something. இந்த வருஷம் எனக்கு ஒன்று மாதிரி தான். கொஞ்சம் கொஞ்சமாக ஸ்லோ அண்ட் ஸ்டெடியாக I'm trying, you know. We all have to move on, right? Apro, are you into something or someone? Hey, I was just kidding. சும்மா தான் சொன்னேன். நம்ம ரெண்டு பேருக்கும் இதானே வேணுமா இருந்துச்சு. Because we couldn't take it anymore. Eventually எல்லாம் சரியாயிடும். என்னாச்சு? മൈക്കിൾ അല്ലല്ലേ എനിക്ക് ആ മെസ്സേജ് അയച്ചത്? என்ன மெசேஜ்? ഐ എം സോറി. ഞാൻ എവിടെയോ ആഗ്രഹിച്ചു പോയി. അത് മൈക്കിൾ ആവട്ടെ. என்னது? ഐ എം സോറി. பெட்சி, பாபின் எங்க இருக்கான்? അവൻ ഫാമിലുണ്ട്. ആ മെസ്സേജ് അയച്ചത് ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട. അതയച്ചത് നീയാണെന്ന് പറഞ്ഞാൽ പോലും എന്നെ ഒരു രീതിയിലും ബാധിക്കില്ല. நாங்க ரெண்டு பேரும் டிசைட் பண்ணிட்டோம். இட்ஸ் ஓவர் பாபு. போனது திரும்பி வராதில்ல. You know, don't treat her differently. She doesn't want any kind of sympathy. That's not what she wants, Bobby. Okay? Just normal பேசு.
This is just a bad phase and it'll be over soon. Get yourself a job, man. You வேலை இல்லாம வீட்ல உட்கார்ந்தா மரியாதையே போயிடும். Men are created to provide for their families. ഗോപിച്ചായ, കാര്യം നിങ്ങൾ എൻ്റെ വയസ്സിന് മൂത്തൊക്കെ തന്നെയാ. പക്ഷെ ഈ ചെയ്തോണ്ടല്ലോ ഒരുമാതിരി മറ്റേ ബെസ്റ്റ്. ഉത്തരം കിട്ടാത്തപ്പോൾ നിങ്ങളുടെ ഈ ചിരി ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എനിക്കറിയാം കേട്ടോ. സ്വന്തം പെങ്ങളെ നാട് നിർത്താൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന പരനാറി. വെള്ളം ഒടിച്ചോണ്ട് പറയാല്ലേ ചായ? അല്ല, വെള്ളം ഒടിച്ചോണ്ട് എന്നെ പറയാ. താനില്ലേ നല്ല ഒന്നാം തരം സെൽഫിഷാ കേട്ടോ. എടോന്നോ? ആടാന്ന് എന്നാ അതെന്റെയാണ്. അതുകൊണ്ട് ഒന്നുമില്ല. പോവാന്ന്. ഞാൻ പോവാ. വിഷം നിർത്തിയോ? അവൻ പോയി. ചാടത്തുള്ളിയാണല്ലോ പോക്ക്. ഓ, എന്നാ പറയാനാ, വന്ന് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും നമ്മുടെ ജനറേഷനോട് തീരെ റെസ്പെക്ട് ഇല്ലാണ്ടായി പോയി. ഇത്രയും പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ള പാത്രങ്ങൾ. അതെല്ലാം തന്നെ കളർഫുൾ ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഗോ ഫോർ ഇറ്റ്. വേഗം വിളിക്കുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള 3 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എല്ലാവരും കുക്ക് ചെയ്യാനായിട്ട് റെഡിയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിൽ കുക്ക് കൊച്ചനെ ഒന്നിങ്ങി വന്നേ. ഒരു സ്ഥാപനത്തിൽ കയറി വരുന്നതിന് സമയം കാലമൊക്കെ ഇല്ലയോടാ. നീ തേനി പോയിട്ട് വന്നിട്ട് ഈ ബേക്കറിയിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയോ? അതിന് ഞാൻ മാത്രമല്ലല്ലോ, അവളും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് നീ ഇങ്ങോട്ട് കയറത്തില്ലയോ? എടാ, ഒരാഴ്ചയായിട്ട് ഞാനിവിടെ കിടന്ന് വലയുക. നിനക്കൊക്കെ ഇത്തിരി മനുഷ്യപ്പറ്റുണ്ടോ? നിന്നെയൊക്കെ നിക്കരി തൂറുന്ന സമയം തൊട്ട് നോക്കിയവനാ ഞാൻ. അതിൻ്റെയെങ്കിലും നന്ദി കാണിക്കടാ കഴിവേറി. നീ ഇപ്പം എന്നെ നോക്കി ദയിപ്പിച്ചടയല്ലോടാ. എടാ, സാജനോടും എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാ ഈ കണ്ട കടക്കാരെല്ലാം ഇപ്പോഴും ഇവിടുന്ന് സാധനം എടുക്കുന്നത്. 5-10 വർഷമായില്ലേ നീയൊക്കെ ഈ വരാന്ത കിടന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. 10 പൈസയുടെ ഗുണമുണ്ടോ നിന്നെ കൊണ്ട്? എടാ മോനെ, എൻ്റെ അപ്പൻ്റെ പേരിലല്ല, നിന്റെ അപ്പൻ്റെ പേരിലായി സ്ഥാപനം. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അളിയാ ഷെല്ലി, പറയടാ. എടാ ഞാനിവിടെ താഴെ നിൽപ്പുണ്ട്. നീ ഇപ്പൊ അങ്ങനെ താഴോട്ട് വരുമോ? നീ അവിടേക്ക് അങ്ങോട്ട് വരാം. പണ്ട് പള്ളിയുടെ പുറകിലിട്ടടിച്ച കാര്യം ഓർമ്മ ഉണ്ടാവില്ലേ? അളിയ, കൊറേ നാളായല്ലോ. എന്താ ഉണ്ട് അളിയ? എന്തുണ്ട് വിശേഷം? സുഖം. എന്താണ് പതിവില്ലാതെ? അതെ, ഒരു ചെറിയ കാര്യം. എടാ, നമ്മുടെ ബോർമേ നീ പപ്സും കേക്ക് ഐറ്റംസും ഒക്കെ നിന്റെ ബേക്കറിലോട്ടൊന്ന് എടുക്കാവോ? അളിയ, ആളെ കളിയാക്കുവാണോ? അല്ലടാ, കോഴഞ്ചേരി, കുമ്പനാട്, പുല്ലാട്, ഇലന്തൂര് വരെ സകല ബേക്കറിയിലോട്ടും സാധനം സപ്ലൈ ചെയ്യുന്ന ഞങ്ങളുടെ ബേക്കറിയിലോട്ട് നിന്റെ തുക്കട സാജൻ ബേക്കറിയിൽ നിന്ന് സാധനം എടുക്കണം. നടക്കുന്ന കാര്യം വല്ലതും പറയളിയാ. എടാ, ഇതിപ്പോ നടന്നാൽ ഭയങ്കര ഉപകാരമായിരിക്കും. കാര്യങ്ങളൊന്നും അത്ര സുഖമല്ല.
ഒന്ന് അപ്പനോട് സംസാരിച്ചു നോക്കൂ. അപ്പനോട് ഞാൻ സംസാരിക്കാം, ഇച്ചിരി പ്രശ്നമാണ്, കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യാം. പക്ഷേ നീ പണ്ട് എന്നെ പള്ളിപ്പറമ്പ് വെച്ച് ചെറുത് എന്റെ ശല്യ ഇടാ, ഒരു മാർത്തോമക്കാരൻ ഒരു യാക്കോബക്കാരനെ അഭിഷേകഘട്ടങ്ങളിൽ സഹായിക്കണം എന്നല്ലേ ക്രിസ്തോസും തിരുമേനി പറഞ്ഞേക്കുന്നേ? പഴയ നമ്പരൊന്നും മറന്നിട്ടില്ല അല്ലേ? ശരി, നീവായിട്ട് വിളിക്ക്. വിശ്വാസം നമ്മുടെ തരകൻ അച്ചായൻ പുതിയ പരിപാടി തുടങ്ങി. നല്ല ഒന്നാം തരം ഞാൻ പറയാം. മൈസൂരിലെ തരകൻ ഫാമിൽ നിന്നും എക്സ്പേർട്ടുകൾ തെരഞ്ഞെടുത്ത മേൽത്തരം അൽഫോൻസ മാമ്പഴം ഇട്ട് വാറ്റിയ പിഴിഞ്ഞെടുത്ത മാംഗോ ജ്യൂസ്. കണ്ട, മാമ്പ മാംഗോ ജ്യൂസ്. നല്ല ബെസ്റ്റ് പേര്. അതെ, ഇൻട്രോഡക്ടറി ഓഫർ ആയിട്ട് അച്ചായൻ 250 അര ലിറ്റർ ബോട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ ഒരു കുപ്പിക്ക് 6 രൂപ കൂടുതലും കിട്ടും. 18 മാസത്തിന് ഒരു കുഴപ്പമുണ്ടാവത്തില്ല. എങ്ങനെ കുഴപ്പം വരാനോ? വീര്യം കൂടിയെന്തെങ്കിലും സാധനമായിരിക്കും ചേർക്കുന്നത്. എന്തോന്ന്? നീ കുഞ്ഞായിരിക്കുമ്പോ മുതൽ അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? നീ കുഞ്ഞായിരിക്കുമ്പോ മുതൽ ഇവിടെ നാരങ്ങ വെള്ളമാണ് സ്പെഷ്യൽ എന്ന് ഇവിടത്തെ ആൾക്കാർക്ക് ഓർമ്മയിലുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. സാജൻ ബേക്കറി എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളവും മുട്ട പപ്സും ഒരുമിച്ച് കഴിച്ചവർക്ക് അത് മനസ്സിലൊരു വികാരമാണ്. ഈ കീടനാശിനി നീ ഇവിടെ ഇറക്കി കഴിഞ്ഞ ഞാൻ എടുത്തൊരു എറു വെച്ചു കൊടുക്കും. അവന്റെ ഒരു തരകൻ തന്നെ കള്ളവാറ്റിൽ പിടിച്ച് അകത്താക്കിയതല്ലോ. അച്ഛനിപ്പം സുവിശേഷ വേല കേട്ടാ. അതെ, എന്ത് ചെയ്യുമ്പോ ദൈവത്തിന് എത്ര മനോഹരമേ. അങ്ങനെയല്ലടാ. ഞാൻ അമ്മാച്ചനെ വിളിക്കുവേ. തരകം മുതലാളി പോയേക്കുവാണ്. അതാ നല്ലത്. ബേക്കറി പൂട്ടിക്കാൻ ഒരു ഐഡിയയും കൊണ്ട് വരും. പിന്നെ ഞാൻ എന്നാ നീ ഇവിടെ നടത്ത്, ഞാൻ വീട്ടിൽ പോയിരുന്നോളാം. ഉടനെ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. കൗണ്ടറിലാണ് ഇരുത്തത്തുമില്ല, മൈഗ്രേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തുമില്ല. അവനെ അവൾ ദേഹോദ്രവൊന്നും ഏൽപ്പിച്ചില്ലല്ലോ. ഈ ഞാനുള്ളപ്പോഴോ? കാണാം. ചീരച്ചോടയിൽ ഗ്യാസ് കുറഞ്ഞെന്നും പറഞ്ഞ് ഒരു ദിവസം അവൾ ആ പ്രാമൂട്ടിലെ രഘുവിനെ അല്ല, ഇന്നിപ്പോ എന്ത് സംഭവിച്ചു? ഒരു ഇച്ചിരി ലാഭം കിട്ടിക്കോട്ടെ എന്ന് കരുതി അമ്മാച്ചാൻ ഞാനൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്താ. അവളുടെ നിങ്ങളിപ്പ് വേണ്ട, ആ തരകനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കാൻ ചെന്നവളുണ്ട്. ഒന്നുമില്ലെങ്കിൽ എനിക്ക് കൂടെ അവകാശപ്പെട്ട ബേക്കറി ഇല്ലേ അത്? അവിടുത്തെ ഷെൽഫിൽ എന്നായിരിക്കണം എനിക്ക് കൂടെ തീരുമാനിക്കാമല്ലോ. അത് നീ പറഞ്ഞ 100% ശരിയാ. ഈ കാര്യത്തിൽ എനിക്ക് അമ്മാച്ചോട് യോജിപ്പാ. അല്ല, ശരിക്കും ഈ തരകൻ കള്ളമാറ്റ് നിർത്തിയോ? എന്താ അവനുണ്ടാക്കുന്ന സ്പിരിറ്റ് ചങ്കത്തിരി എരിയൊന്നേ ഉള്ളൂ. കുടിച്ചാലുണ്ടല്ലോ അങ്ങറ്റം വരെ കത്തിപ്പോ. വെറുതെ ഒരു സ്ഥിരതയില്ല. തരകന്റെ കൂടെ ബിസിനസ് തുടങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിലേ നേരത്തെ പറയണം. മഴ്സിമാമയുടെ വീട്ടിൽ പോയി നിൽക്കാനാ. പോലീസൊക്കെ എപ്പോഴാ വരെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിന്റെ ശല്യം ഒഴിയെങ്കിലേ ഞാൻ ചിലപ്പോ അയാളുടെ കൂടെ തുടങ്ങിയിരിക്കും വാറ്റ്. അങ്ങനെയെങ്കിലും നീ നന്നായാലേ ഈ ബെറ്റ്സി 4 പവന്റെ ചെയിൻ വാങ്ങി തരും നിനക്ക്. എങ്കിൽ ആ ചെയിൻ നിന്റെ അടക്കത്തിന് നിന്റെ നെഞ്ചെത്തിയാൻ വെച്ചത്. ഈ ശല്യത്തിനോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ കസര വാരിയാൻ ഭിത്തിലടിക്കും. ഓ പിന്നെ കസാരയോട് എടുത്ത് ഭിത്തിലടിക്കാൻ അവനൊരു സൂപ്പർമാനോ? എടാ നിനക്ക് വല്ല ബോധമുണ്ടോ? കണ്ട വള്ളിക്കെട്ടുകളെയും കൂട്ടി വരും ബേക്കറിയിലോട്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്കും എനിക്കും അവകാശപ്പെട്ടതാ ബേക്കറി. അവിടെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും, ആരെ വേണേലും കൂടി. നീ ആരാടി പറയാ? അതിന് നീ ഇഷ്ടമുള്ളതല്ല ചെയ്യുന്നത്, നീ ബേക്കറി പൂട്ടിക്കാണ് ചെയ്യുന്നത്. ഞാൻ പൂട്ടിക്കോ നടത്തും എന്തോ ചെയ്യും. നീ എന്തിനാടി ഇവിടെ നിൽക്കുന്നത്? ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ഷെൽഫിൽ എന്ത് വെക്കാമെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ പോരാ, ആദ്യം ബേക്കറിയിലുണ്ടാവണം. ഓ മിണ്ടാട്ട് കൂട്ടുമ്പോ പോകുന്നുണ്ടോ? പേടിത്തൂ. അതെ, അവൻ എന്താ നേരത്തെ പറഞ്ഞത്? തരകനെ കൊണ്ട് എന്നെ കെട്ടിക്കുന്നു. ആവശ്യമുള്ള നേരത്ത് വായ തുറക്കരുത് കേട്ടോ. അവന് വെറുതെ അവൻ കാണിക്കുന്നതിനൊക്കെ വളം വെച്ചു കൊടുക്കുക. ഇതിന്റെ വോളിയം ഒന്ന് കുറയ്ക്കോ? നീ പോടാ നിർഗുണ മൂട്ടെ മരമാക്രി. നിന്നെ ഞാൻ ഈ ഫോൺ വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. എടാ ഞാൻ തിരിച്ചു വിളിച്ചാൽ മതിയോ? എടാ നില്ല, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നിങ്ങളിപ്പോഴും ക്രീം ബണ്ണ് ഉണ്ടാക്കുന്നുണ്ടോ? ക്രീം ബണ്ണടാ, അത് നിർത്തിയിട്ട് ഒരു 10-12 വർഷമായി. അതാണ്ട് നടക്കുന്നു. എടാ എന്റെ അപ്പനും നിന്റെ അപ്പനും ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങേര് പറയുന്നതേ നിങ്ങളിപ്പോഴും ക്രീം ബണ്ണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുള്ളി വരികെ നോക്കാവുന്നതാണ്. നീ ഒരു കാര്യം ചെയ്യും, നാളെ ഒരു 5-6 ക്രീം ബണ്ണ് ഉണ്ടാക്കിക്കൊണ്ട് പുള്ളിക്കാരനെ പോയി കാണും. ക്രീം ബണ്ണ് അതിപ്പോ നീ വേണേ നോക്ക്, ഇതിപ്പോ നമുക്ക് ഇതിന്റെ പുറകെ നടക്കാൻ വയ്യ. പിന്നെ അവിടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, എന്തുവാ പഴക്കമല്ലോ ആണോ? ആ പാട്ട് നിർത്തോ? ഓ എടാ വീട്ടിൽ കിടന്ന് അലക്കാടാ ഇറക്കാം. എടാ ഞാൻ നിന്നെ വിളിക്കാം. ശരി ശരി. എങ്കിൽ നീ കിണറ്റി കിടന്നുറങ്ങും.
പണ്ടൊക്കെ ഏറ്റവും നല്ല ക്രീം ബൺ നാട്ടില് സാജൻ ബേക്കറിയുടെ ആയിരുന്നു. കൊച്ചുനാളിൽ ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട്. പിന്നെന്തോ ഞാനത് അധികം കണ്ടിട്ടില്ല. ഡിമാൻഡ് തീർന്നപ്പോ നിർത്തി കാണും. സാഡ്. മോളെ നീ ഒന്ന് സഹകരിക്കും. ഒന്നുമില്ലേലും നമ്മുടെ ബേക്കറിക്ക് വേണ്ടിയല്ലേ. അമ്മാച്ചനിങ്ങനെ കാലൊടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ രാത്രിയിൽ 5 ക്രീം ബൺ ഉണ്ടാക്കാനാണോ ഈ കണ്ട ഷോ ഒക്കെ? ഇതെന്തിനാ ക്രിസ്മസ്? ക്രീം ബണ്ണിന് ക്രിസ്മസിന്റെ ആവശ്യമൊന്നുമില്ല. ദേ വലിയ പരിഷ്കാരം ഒന്നും വേണ്ടെന്ന് പറ. മര്യാദക്കുള്ള ക്രീം ബൺ മതി. അമ്മാച്ച ഇവൻ ഇവിടെ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നോട് ആരാടി മിണ്ടി? അമ്മാച്ച ഇവളുടെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ ക്രീം ബൺ കണ്ടുപിടിച്ച സാജൻ ബേക്കറിയാൻ തോന്നുമല്ലോ. അമ്മാച്ച ഞാൻ ഇട്ടേച്ച് പോവേ. നീ ഇട്ടിട്ട് പോടി. എടാ അവളെ ജോലി ചെയ്യാൻ സമ്മതിക്കാം, അല്ലെ നീ ഉണ്ടാക്കും. ആ ഞാൻ ഉണ്ടാക്കും. അല്ല പിന്നെ ഇവളെ ചാടണ്ട ഞാൻ ഇവള് കാരണം ഈ പ്രസ്ഥാനം നടന്നു പോണെന്ന് തോന്നുമല്ലോ. പിന്നെ ആരാണ് അമ്മാച്ചനും വെച്ചി. മോളെ അവന് ഭ്രാന്താന്ന് കരുതി നീയും കൂടെ തുടങ്ങിയ അവൻ പിടിച്ചോണ്ട് വന്ന ബിസിനസ് അല്ലേ, അവൻ തന്നെ ഉണ്ടാക്കട്ടെ, കാണാം. അവള് പോണേ പോട്ടെ മാച്ച. ഇതൊക്കെ നമ്മൾ ആണുങ്ങൾ വിചാരിച്ച പുഷ്പം പോലെ ഉണ്ടാക്കാം യൂട്യൂബിൽ. The MG University of Internet. Come on, let's go. എന്തോന്നാണ് ഇത്? കോഴിത്തീട്ടം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരെണ്ണം ബാക്കിയില്ലാതെ മുഴുവൻ വെട്ടി മുടിക്കണം. അമ്മാച്ച നീ മിണ്ടരുത്. നീ ഗതി പിടിക്കുമെന്ന് ഞാൻ ഒരു നിമിഷം വെറുതെ ആഗ്രഹിച്ചു പോയി. അവന്റെ ഒരു യൂട്യൂബ് നീ ഉണം പിടിക്കത്തില്ല. രാവിലെ 10 മണിക്ക് സാധനം കൊടുക്കണ്ടേ? കൊടുത്തോളൂ. പെപ്സി ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ നിന്റെ കൂടെ നിന്നതൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തു. നീ ക്രീം ബന്ന് തന്ന അമ്മാച്ചനെ കൊന്നോന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കല്ലേ മോനെ. എല്ലാം നമ്മുടെ ബേക്കറിക്ക് വേണ്ടിയല്ലേ അമ്മാച്ച. അതെ, ബെറ്റ്സി അറിയില്ലെങ്കിൽ മാത്രം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറ. കിട്ടി. അതെ, സൂക്ഷിക്കണം. ചെല്ല് ചെല്ല്. വെളുപ്പാൻ കാലത്ത് കാലും പോയി. അവന്റെ ഒടുക്കത്തെ ഐഡിയ. ഇങ്ങനെ
കിട്ടി. വിട്ടോ വിട്ടോ വിട്ടോ. എടാ, അവരുടെ കടയിൽ നിന്ന് തന്നെ ക്രീം ബന്ന് വാങ്ങി അവർക്ക് തന്നെ കൊടുക്കുന്നത് മോശമല്ലേ? എന്ത് മോശം അമ്മാച്ച? എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു ലോജിക് ഉണ്ട്. വലിയ വീഡൻസിലെ ക്രീം ബണ്ണിനെ ഒരിക്കലും വലിയ വീടൻ തള്ളി പറയില്ല. ലോജിക്ക് മനസ്സിലായി. ഇനി നമുക്കിതിൽ കുറച്ച് മാനിപ്പുലേഷൻ ചെയ്യണം. എന്നാലും വേണം വേണം. അമ്മാച്ചനെ ക്യാസ് റോളിംഗ് എടുത്തി ഇനിയും കണ്ടോ? അമ്മാച്ച, ആധുനികമായ തട്ടിപ്പുകൾക്ക് തികഞ്ഞ അച്ചടക്കബോധവും സർഗവാസനയും അത്യാവശ്യമാണ്. 2, 3, 4, 5. ഇപ്പൊ ഒരു ഹോം മെയ്ഡ് ഫീൽ ഇല്ലേ? ഉണ്ടോ? അമ്മാച്ചൻ്റെ ഈ ശുദ്ധ മനസ്സ് വെച്ച് അമ്മാച്ചൻ വരണ്ട. ഇതിനൊക്കെ ഒരു കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ്. സായന്റെ മോനല്ലേ? എന്താ ഇപ്പൊ മോനെ പരിപാടി? ഞാൻ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേഷൻ. ഓ, മൈഗ്രേഷൻ എനിക്കറിയാം. എന്റെ മൂത്ത മോൻ അങ്ങ യെല്ലോ ലൈഫ് നോർത്ത് വെസ്റ്റ് ടെറിട്ടറി അങ്ങ് അറ്റത്താ. അറിയാം. ശരിയൂടെ പഠിച്ചല്ലേ മോൻ? അതെ അതെ. അതല്ലേ? പിന്നെ ഉണ്ടായിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. നിങ്ങള് 1 ഉള്ളത് തുറന്നു പറയാലോ. സംഭവം എനിക്ക് മനസ്സിലായി. കാര്യം ഇത് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നതാണേലും ഈ കോഴഞ്ചേരി ടൗണിൽ ഇത്രയും മെനകെട്ട ഒരു ക്രീം ബണ്ണ് കിട്ടത്തില്ല. അറിയോ? ആ, എടുത്തു വിട്ടു. എടാ മോനെ, ഈ റാന്നി പോലുള്ള ഒരു ചെറിയ ടൗണിൽ നിന്റെ അപ്പനൊരു ബേക്കറി തുടങ്ങി. മരിക്കുന്നതിന് മുമ്പ് മോൻ്റെ അപ്പൻ വ്യാപാര വ്യവസായയുടെ പത്തനംതിട്ട യൂണിയൻ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ആളുകളെ കൊണ്ടൊക്കെ ഇച്ചിരി നല്ല കാര്യങ്ങളൊക്കെ പറയിപ്പിച്ചിട്ടുള്ള ആളാണ്. പുള്ളി ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തായിരുന്നു. അതിന് പറയുന്നൊരു പേരുണ്ടല്ലോ മോനെ, ഹോണസ്റ്റി. അതെ, അതാ അത്. ഈ മനുഷ്യര് ചത്തുപടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ഇതൊക്കെ മോനെ ഓർത്തിരിക്കുള്ളൂ. മോഞ്ചല്ലേ? അതങ്ങളെ പറ്റിപ്പോയതാ. ഞങ്ങളിതുണ്ടാക്കിയിട്ട് കുറെ കാലമായി. ഇന്നലെ ഉണ്ടാക്കിയതാണെങ്കിൽ പാളിയും പോയി. അതും കൊണ്ടുവന്നാ പോരായിരുന്നു. അല്ലെ ഒന്നും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി ഒന്ന് കൈവച്ച് നോക്കാം. കാരണം എന്താണെന്നറിയോ? സാജന്റെ മോൻ ഈ സാഹചര്യത്തിൽ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ്. മോനെ കൊഞ്ചല്ലേ? ബെഞ്ചമിന്റെ മുമ്പിൽ പോയി അതിരാവിലെ വാല് മുറിഞ്ഞ കാര്യം അമ്മാച്ചൻ പറഞ്ഞു. നാളെ കുറച്ച് ക്രീം ബണ്ണ് ഉണ്ടായിക്കൊണ്ട് എല്ലാം പറഞ്ഞു. നീ എന്നെ ഹെൽപ്പ് ചെയ്യോ? വണ്ടിയുടെ കീ. ഒരു സ്ഥലം വരെ പോണം. നീ പോരും? ഇതെവിടെ പോവാ? മല്ലപ്പള്ളി. सुनिए, ये कुछ तस्वीरें हैं जो मैंने तुम्हारी खींची थी. इन पर शायद मेरे को याद नहीं. हाँ, यादें भी हैं. तुम ये तस्वीरें ले जाओ. याद नहीं जाओ.
അമ്മാച്ചാ അമ്മാച്ചാ അവളെന്തേ? അവള് വന്നില്ലടാ പോയി. ഉച്ചയ്ക്ക് കറണ്ട് ബില്ല് അടയ്ക്കുന്ന നേരം ചോദിച്ചു വിളിച്ചപ്പോ അവള് മല്ലപ്പള്ളി നിൽക്കുന്ന പറഞ്ഞു. വൈകിട്ട് എനിക്ക് വണ്ടി പണിത് അവളോട് പറഞ്ഞിരുന്ന ഇവിടെ കഴിക്കാനൊന്നും ഇരിപ്പില്ലേ? ആ കുറച്ച് അവല് നനച്ച് കുഴിയം പിഞ്ഞാണത്തി വെച്ചിട്ടുണ്ട്, എടുത്തോ. കുറച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് ഇച്ചിരിയല്ലേ ഉള്ളൂ. ആ മിക്സ് നിർത്തോ? എന്തു പറഞ്ഞേ? ഒന്നുമില്ല. കൊണ്ടുപോ. ഇസ് എ ട്രൂത്ത്? ഇതൊരു ചേച്ചിയല്ലേ? മതി, ബാക്കി എനിക്കറിയാം. നീ എന്താ എന്നെ തിരിച്ചു വിളിക്കാഞ്ഞേ? നീ എവിടെയുള്ള? എടാ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കാ, ഞാൻ നിന്നെ വിളിക്കാം. എടി ഫോൺ വെക്കരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കേ. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞാൻ വന്നോണ്ടിരിക്കുക. എടി സമയം എത്രയെന്നാ? എന്താ നിന്റെ വിചാരം? എടി നിന്റെ ഇഷ്ടത്തിന് നടക്കാന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. ഇവിടെ നിന്നോട് ഞാനൊന്നും ചോദിക്കുന്നില്ല എന്ന് വെച്ച് നീ യൂട്ടിലൈസ് ചെയ്യുക. ചുമ്മാ അല്ലടി നിന്നെ മറ്റോ വിട്ടിട്ട് പോയെ. എന്താടി നീ ഇങ്ങോട്ട് വാ, ബാക്കി വന്നിട്ട് പറയാം. എന്തുവാടാ നിന്റെ പ്രശ്നം? അവളെങ്ങി വരില്ലേ? എന്താ അവള് പറഞ്ഞേ? എന്തു പറയാൻ? അവളെപ്പോഴും നിർത്തത്തില്ല. മതി, വെണ്ണം വേണ്ട, ഒന്നും വേണ്ട. മനുഷ്യന് എങ്ങനെയെങ്കിലും ഒന്ന് കരയേറ്റാൻ നോക്കുമ്പോ അവൾക്ക് അപ്പൊ തന്നെ കറങ്ങാൻ പോണം. ബെറ്റ്സി, നീ എവിടെ പോയതാ? ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? അമ്മാച്ച പ്ലീസ് എന്നോട് ഇപ്പൊ ഒന്നും ചോദിക്കരുത്. അത് ശരി. കണ്ടോ അവളോടൊന്നും ചോദിക്കില്ലെന്ന്. ഇവിടെ ഒന്നും വീട്ടിൽ കേട്ടില്ല. ബോബനെ വേണ്ട ദിനം പറയരുത്. നീ ഉണ്ടായിരിക്കും. അപ്പൊ അവള് കാണിക്കുന്ന വേണ്ട ദിനോ? താണ്ടെ അവളുടെ തോന്നിയ ദിവസം അമ്മാച്ചന്റെ അടുത്ത് നടക്കും, എന്റെ അടുത്ത് നടക്കില്ല. അവൾക്ക് തോന്നിയ സമയം വരെ കണ്ടോന്മാരോടെ കറങ്ങിയിട്ട് കയറി വരുമ്പോ മിണ്ടാതെ പോയി വാതിൽ ഓർക്കാൻ എന്നെ കിട്ടത്തില്ല. എന്റെ അപ്പന്റെ പേര് സാജന. എടാ അടിച്ചതിന്റെ ചെവിക്കല്ല് ഞാൻ പൊട്ടിക്കും. നിന്റെ അപ്പ സായ രണ്ടു മുമ്പിൽ കിടന്ന് ഇങ്ങനെ തുള്ളിയിട്ടില്ല. മര്യാദക്ക് സംസാരിക്കണം. അമ്മാച്ച അവനെ ഞാൻ കണ്ടവന്മാരുടെ കൂടെ കറങ്ങി നടന്നതാണോ അതോ ബെഞ്ചമിൻ മുതലാളിയുടെ മുമ്പിൽ നാണം കിടന്നതിന്റെ ദണ്ണോ ആണോന്ന് അവന് പോലും അറിയില്ല. അമ്മാച്ചമ്മ നീ എങ്ങോട്ട്? അവളെ വേണ്ട, നീ ഇവിടെ നിൽക്കണ്ട. അവൾ എങ്ങനെങ്കിലും അതൊന്നും ഉണ്ടാക്കട്ടെ. നീ പോ. മോളെ, നീ എവിടെ പോയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. മൈക്കിളുമായിട്ടുള്ള നിന്റെ പ്രശ്നങ്ങൾ, നീ കടന്നുപോയ കുറേ വർഷങ്ങൾ, എല്ലാം കൂടി നിനക്ക് കുറേ പ്രഷറുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ മമ്മി എൻ്റെ അടുക്ക വന്ന് സാജനെക്കുറിച്ച് പറഞ്ഞ് വിഷമിക്കുമ്പോൾ എനിക്ക് അവളെ ആശ്വസിപ്പിക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് അവൾ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇന്ന് ബോബിൻ നിന്നോട് ചെയ്തത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അത് അവന് നിന്നോട് കരുതലുണ്ടായിട്ടാ. കരുതൽ
അപ്പന് രണ്ടാമത്തെ അറ്റാക്ക് കഴിഞ്ഞ് പുഷ്പഗിരിയിൽ കിടക്കുമ്പോഴാണ് മൈക്കിളിനെ എന്നെയും പിടിച്ച് കെട്ടിച്ച്. സത്യാവസ്ഥ അറിയാതെ കല്യാണം നടത്തുമ്പോൾ അപ്പം വിചാരിച്ചത് മോളുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുവാന്ന്. അപ്പോഴും എന്നോടാരും ചോദിച്ചിരുന്നില്ല മൈക്കിളും ഞാനും തമ്മിൽ എന്താണെന്ന്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അമ്മാച്ച. കല്യാണം കഴിഞ്ഞ് 10 വർഷം എടുത്തു ഞങ്ങൾ എന്നും നല്ല സുഹൃത്തുക്കൾ മാത്രമായിരിക്കും തിരിച്ചറിയാൻ. കരുതലിന്റെ പേരില മമ്മിയെ എന്നും അപ്പം കഷ്ടപ്പെടുത്തി. അപ്പനെ സഹിച്ച് വിഷമിച്ച് മമ്മി പോയി. പിന്നാലെ അപ്പൻ. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് വേണ്ടത് കെയർ അല്ല അമ്മാച്ച. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയാ മതി. ഇത്രയും കാലം ഇവന്റെ കാട്ടിക്കൂട്ടലെല്ലാം ഞാൻ എന്റെ അനിയൻ ചെറുക്കന്റെ കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അവൻ കാണിക്കുന്ന രീതി കഷ്ടം തോന്നുന്നു. സാജനും സാജന്റെ പിടിവാശികളും എവിടെയും പോയിട്ടില്ല. രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിൽ അവൻ അത് തന്നെയാണ്. എവിടെയൊക്കെയോ എനിക്ക് ഇഷ്ടമില്ലാത്ത എന്റെ അപ്പൻ. ഞാൻ രാവിലെ CCTV ശ്രദ്ധിച്ചായിരുന്നു. നീ വല്ല വണ്ണങ്ങാനും മേടിക്കാൻ അവിടെ വന്ന് നിൽപ്പുണ്ടോന്ന്. എന്താ മോനെ ഇനിയും വേണ്ടേ? ഇതൊരു ക്രീമെല്ലാം കൂടെ തരാൻ. ടേസ്റ്റൊക്കെ പഴയ ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ക്രീം അസലായിരുന്നു. ഒരു കാര്യ കുറച്ച് വെണ്ണം നമ്മുടെ ബേക്കറി കയറ്റി വയ്ക്കാം. കച്ചവടം ഉണ്ടാവുന്നോട്ടെ. ഈ പ്രാവശ്യം പണി പാളാതിരിക്കാൻ ഞാൻ ആ ഭാഗത്തോട്ടേ പോയില്ല. ബെച്ച് ചെയ്തുണ്ടാക്കി പെങ്ങളെ. അവക്കമ്പാപ്പൻ്റെ ആ ഇത് കിട്ടിയിട്ടുണ്ടല്ലോ. ഓണസ്റ്റിയോ? കൈപുണ്യം. ഓണസ്റ്റി ഇട്ട് പിടിങ്ങിയ ടേസ്റ്റ് കിട്ടില്ലല്ലോ. ഈ പറഞ്ഞ സാധനം നിന്റെ ഉള്ളിലും ഉണ്ട്. അതറിയാമോ? കൈപുണ്യം. ഓണസ്റ്റി. ഈ നശിച്ച വീട്ടിൽ നിന്ന് എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോണം. എടാ, എൻ്റെ പെങ്ങള്, നിന്റെയൊക്കെ അമ്മച്ചി, എൻ്റെ മേരിമോള് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇവിടെ. അമ്മാച്ചൻ കാരണോ? അല്ല അല്ല, നിന്റെ അപ്പൻ അവൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മേരിമോളെ. ആ തന്തയുടെ തനി കുണം നീ കാണിക്കരുത്. നീ എന്തിനാടാ ബെറ്റ്സി കൊച്ചിനെ ഇങ്ങനെ ദണ്ണിപ്പിക്കുന്നേ? അവൾ എൻ്റെ മേരിയല്ലോടാ. എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ അമ്മാച്ച. ക്ഷമിക്കേ. ചെവിക്കലിനൊരു അടി വെച്ച് തന്നോണ്ടല്ലോ. തല്ല്, എന്നെ തല്ല്. അമ്മാച്ചൻ നിന്നെ തല്ലത്തില്ല. അമ്മാച്ചൻ നിന്നെ തല്ല. അത് ഞാൻ വിളിച്ചപ്പോ അവക്കൊന്ന് ഫോൺ എടുത്തുകൂടായിരുന്നു. ഇപ്പൊ ഞാനായില്ലേ തെറ്റുകാരൻ? അല്ല അമ്മാച്ച, എനിക്ക് ദണ്ണമില്ലെന്നാണോ? ഒന്നുമില്ലെങ്കിൽ അവൾ എന്റെ കൂടെപ്പറപ്പല്ലേ. അവള് പാതിരാത്രി എങ്ങോട്ടേലൊക്കെ പോയി കുറെ നേരം കാണാൻ തരുന്ന ഞാൻ അന്വേഷിക്കേണ്ടതാണോ? ഇടാ കൊച്ചനെ, അവൾ അന്നേ കോളേജിലെ പഴയ ജെയിംസിനെ കാണാൻ പോയതാ. ജെയിംസോ? ഓ, അവൾ ഇന്നത് എന്നോട് പറഞ്ഞു. ഏത് ജെയിംസ്?
അമ്മച്ച കിടക്കല്ലേ? ഏത് ജെയിംസ്? എന്നെ പണിയാണ്. ഏത് ജെയിംസാ? ജെയിംസ്. ഫുൾ നെയിം എന്നാ? ഒരു ക്ലൂ പറ. ജെയിംസ് ബോണ്ട്. കുസൃതി അല്പം കൂടുന്നുണ്ട്. ജെയിംസിന്റെ കാര്യം ഞാനന്ന് ബോബിനോട് കള്ളം പറഞ്ഞതാ. അന്ന് ഫസ്റ്റ് വിളിച്ചപ്പോ എന്തായിരുന്നു അവന്റെ പത്രാസ്? ജിഷയുടെ കൂടെ നടന്ന മെറിനാണോന്ന്. ജിഷയുടെ കൂടെ ഞാനല്ല, അവൾ എന്റെ കൂടെയാ നടന്നത്. എന്നിട്ട് കാണാൻ വന്നപ്പോഴോ 1 മിനിറ്റ് കഴിഞ്ഞില്ല, ആ എരുമയ്ക്ക് എരുമക്കാട് പോണം. ബോബിന് ഈ ലോകത്ത് ഒരാളും വിശ്വാസമല്ല, സ്വന്തം ചേച്ചിയെ പോലും. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ജെയിംസ് ബോണ്ട് ലെവലിൽ പോകുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്താടാ? ഇന്നത്തോടെ സാജൻ വില്ലയുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, ഞാൻ തീർക്കും. ഞാൻ വൈകിട്ട് വരുമ്പോൾ അമ്മാച്ചന് ഫുൾ ഓഫ് സർപ്രൈസസ് ആയിരിക്കും. ഫുള്ള് വാങ്ങിക്കുന്ന കൊള്ളാം, ബെറ്റ്സി അറിയുന്നത് അവള് വഴക്ക് പറയും. ശരി അപ്പം ടാറ്റ. ടാറ്റ. ഞാൻ ബോബിൻ. ബെറ്റ്സി പി സാജന്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വരൂ. അതെ മിസ്റ്റർ ജെയിംസ്, അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് കാണുന്ന വേണ്ടുന്നൊക്കെ എനിക്കറിയാം. അവളിപ്പോൾ ഒരു റഫ് ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന പോലെ ആവണം എന്നില്ലല്ലോ എല്ലാവരും, അല്ലേ? ബെറ്റ്സി പറഞ്ഞ പോലെ ഒരാളല്ലല്ലോ ബോബിൻ. ഞാനും അവളും തമ്മിൽ നല്ല ക്ലോസ് ആണ്. അതുകൊണ്ടാണല്ലോ ഈ കാര്യം സംസാരിക്കാൻ ഞാൻ തന്നെ വന്നത്. പിന്നെ ഞാൻ നമ്മളിവിടെ ജെയിംസിനെ കാണാൻ വന്ന കാര്യവും നിങ്ങൾ തമ്മിൽ കോളേജിൽ ഒരുമിച്ചായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എല്ലാം മനസ്സിലായി. ലെറ്റ് മീ കംപ്ലീറ്റ്. ഒരു അൺസിവിലൈസ്ഡ് രീതിയിൽ ഇതിനെ സമീപിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജെയിംസിന്റെയും ബെറ്റ്സിയുടെയും അഫെയറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതോ നിങ്ങൾ മാരീഡ് ആണോ? മാരീഡ് അല്ല. ഈ ബിസിനസ് ഒക്കെ നോക്കി നോക്കി ഇങ്ങ് എത്തിയപ്പോഴത്തേക്കും സമയമൊക്കെ ഒരുപാട് അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിന്നെ നിങ്ങൾ ഇത്ര ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിക്കുന്ന സ്ഥിതിക്ക് ഞാനുള്ള കാര്യം അങ്ങോട്ട് പറയാം. ബെറ്റ്സിയെ പോലെ ഒരു രണ്ടാനമ്മയെ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ബോബിനെ പോലെ ഒരു അമ്മാവനും. അപ്പൊ ജെയിംസോ? എന്റെ അപ്പനാ, പ്രൊഫസറായിരുന്നു, ഇപ്പൊ റിട്ടയർ ആയി. അമ്മച്ചി മരിച്ചിട്ട് 10-16 വർഷമായ സ്ഥിതിക്ക് ഈ വയസ്സാം കാലത്ത് ബെറ്റ്സി അപ്പച്ചൻ ഉഗ്രം കൂട്ടായിരിക്കും. ഈ പറഞ്ഞ മൈക്കിളിനെയും ബെറ്റ്സിനെയും ഒക്കെ കോളേജിൽ ഹിസ്റ്ററി പഠിപ്പിച്ചത് എന്റെ അപ്പനാ. ആ ഹിസ്റ്ററി എനിക്കറിയില്ലായിരുന്നു. ഒന്നും അറിയാതെ താൻ ഇങ്ങോട്ട് വന്നതെന്ന് തുടക്കത്തിൽ എനിക്ക് മനസ്സിലായിരുന്നു. ബെറ്റ്സിയും മൈക്കിളും കുറെ നാളായി ഡൈവേഴ്സിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാ പിന്നെ ഞാൻ അവരെ അപ്പനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. അവരതിലൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു. കാള പറ്റുമെന്ന് കേട്ട ഉടനെ കയറുമെടുത്ത് കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് സ്വന്തം പെങ്ങളെ ഒന്ന് മാറ്റി നിർത്തി ഒരു 5 മിനിറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ ഇവിടെ വന്നിങ്ങനെ ചമ്മണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല, ചമ്മയിട്ടില്ല. ഒന്ന് സമ്മതിക്കടാവേ. ഏയ്, അപ്പനെ റാന്നിന്നൊരു കല്യാണാലോചന.
നീ എപ്പോ വന്നു? കഴിഞ്ഞ ദിവസം എന്റെ വായന വന്നൊക്കെ ആകപ്പെടെ. നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സുഖമില്ല. എന്നോ ഒന്നും പറയണ്ട. എന്നാ പിന്നെ നീ എന്തെങ്കിലും പറ. ഇത്തരം സുഖമില്ലാത്ത സിറ്റുവേഷൻസിലൂടെ ഞാനും പോയിട്ടുണ്ട്. ആ സമയത്ത് അതിനെപ്പറ്റി ആരോടും സംസാരിക്കാനും തോന്നില്ല. മിണ്ടാനൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലും കൂടെ ഉള്ളതൊരു സുഖമാണ്. പിന്നെ നിന്റെ സ്വഭാവം നമ്മളുണ്ടാക്കുന്ന ബണ്ണു പോലെയാ. 2 ദിവസത്തിൽ അത് എക്സ്പയർ ആവും. സന്തോഷമായാലും സങ്കടമായാലും നിന്റെ ഫീലിങ്സിന് അത്ര കാലാവധി ഉള്ളൂ. ആ 2 ദിവസം ബണ്ണ് അനുഭവിക്കുന്ന ടെൻഷൻ ബണ്ണിന് മാത്രമല്ലേ അറിയത്തുള്ളൂ. അതിപ്പോ എക്സ്പയർഡ് ആവോ, ആരെങ്കിലും ചായ മുക്കി തിന്നോ, അതിനറിയില്ലല്ലോ. ഹലോ, ആ ബോബനേത് ഞാനാടാ. മനസ്സിലായെങ്കിലേ എന്റെ നമ്പറുണ്ട്. അതെ, അത് ചെലവാകുന്ന ലക്ഷണമില്ലെന്നേ. അത് ആളുകൾ മേടിക്കുന്നില്ല. അങ്ങളെ കുറച്ച് ദിവസം കൂടി. എടാ വെച്ചിട്ടുണ്ടാർക്കാ, പക്ഷെ വിറ്റു പോകുന്നൊന്നുമില്ല. ഈ പഴയ ക്രീമിന് ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഒന്നാമത് ഇതിന്റെ ഷേപ്പ് ഒരു ബോണ്ടയുടെ പോലെ. ആ ശരിയെന്നാ. ആ ഈ കട മോനൊന്ന് പൂട്ടുമെങ്കിലും ചെയ്യാവോ? ഒരു പുഴ മണ്ണിൽ പിറക്കുന്നു, അരുവികൾ ചേരുന്ന നിമിഷം, ഇരുവഴിയൊഴുകുന്നു, ഒരു വഴി നീങ്ങുന്നു, ഏറുതുമാഞ്ഞാലും മായാതൊന്നായി. കാലമെന്ന ജാലമോ മരുന്നു പോൽ പകർന്ന സ്നേഹം എന്നിൽ നിന്നിൽ മുറിവുകൾ മാറ്റവേ. പങ്കിടാൻ മറന്നതെല്ലാം പകുത്തു നൽകുവാൻ പുതിയൊരു മോഹം, പതിവുകൾ തീരുന്നു. ഈറൻ കണ്ണിൽ ഇതാദ്യമായിതേതോ നാളം, വെയിൽ പുലർന്നു വാനിൽ ഭൂവിൽ, മനസ്സറിഞ്ഞു തമ്മിൽ തമ്മിൽ തമ്മിൽ. ചെറു 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 മധുരങ്ങൾ, മധുരിതമിരു ഹൃദയങ്ങൾ താനേ ഒന്നുപോലെ. ഇല പൊഴിയാൻ ശിശിരങ്ങൾ, പൂച്ചൂടാൻ വസന്തം വേണം ഒന്നുകൂടെ. ഈറൻ കണ്ണിൽ ഇതാദ്യമായിതേതോ നാളം, വെയിൽ പുലർന്നു വാനിൽ ഭൂവിൽ, മനസ്സറിഞ്ഞു തമ്മിൽ തമ്മിൽ തമ്മിൽ. മെല്ലെ മെല്ലെ വേണമെന്നു തെന്നലിൻ തണുപ്പും, ചെന്നിടാനിടങ്ങളും
ഇനിയും മഞ്ഞുതിരും ഇനിയും രാവുണരും കിളി പാടിടും നിലാവുകൾ പൊഴിഞ്ഞിടും കിനാവുകൾ സ്വകാര്യമായി തലോടാൻ വരും ഇനിയും മഞ്ഞുതിരും ഇനിയും രാവുണരും കിളി പാടിടും നിലാവുകൾ പൊഴിഞ്ഞിടും കിനാവുകൾ സ്വകാര്യമായി തലോടാൻ വരും സ്വർഗം തോൽക്കും ആനന്ദം സ്വപ്നം കാണാൻ തോന്നുന്നു സ്വപ്നം പെയ്യും സംഗീതം വീണ്ടും നെഞ്ചം മൂളുന്നു സ്വർഗം തോൽക്കും ആനന്ദം സ്വപ്നം കാണാൻ തോന്നുന്നു സ്വപ്നം പെയ്യും സംഗീതം വീണ്ടും നെഞ്ചം മൂളുന്നു അന്നും ഇന്നും സ്വന്തം ഇവിടം മനമേ നീയും ഞാനും രാവും പകലും പോലെ അന്നും ഇന്നും സ്വന്തം ഇവിടം മനമേ നീയും ഞാനും രാവും പകലും പോലെ അന്നും ഇന്നും സ്വന്തം ഇവിടം മനമേ നീയും ഞാനും രാവും പകലും പോലെ അന്നും ഇന്നും സ്വന്തം ഇവിടം മനമേ നീയും ഞാനും രാവും പകലും പോലെ ഇത് കൊള്ളാമല്ലോടാ നല്ല അടിപൊളി ഷേപ്പ് കഴിച്ചോ അല്ലേ അന്നും ഇന്നും സ്വന്തം ഇവിടം മനമേ നീയും ജോഷ് പ്രകാശ് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ഞാനൊന്ന് ഉപ്പുമാവാ കൊണ്ടുവന്നേക്കുന്നു. അതിന് അല്ല, അത് ഇത്തിരി കരിഞ്ഞു പോയതുകൊണ്ടേ നമുക്ക് പുറത്ത് ഹോട്ടലിൽ പോയി കഴിച്ചാലോ? നല്ലതായിരിക്കില്ലേ? വേണ്ട ജോഷ്. ശരിയാ, ഉപ്പുമാവ് എന്തിനാ വെറുതെ കളയണേ? ബോബിന് തന്നെ കാണാൻ വരുന്നുണ്ട്. സർപ്രൈസ് തരാനാണേ ആശാന്റെ ഉദ്ദേശം. പക്ഷേ ഫേസ്ബുക്കിൽ സ്റ്റേറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മണ്ടൻ. അന്നും ഇന്നും സ്വന്തം ഇവിടം മനമേ നീയും ഞാനും രാവും പകലും പോലെ അന്നും ഇന്നും സ്വന്തം ഇവിടം മനമേ നീയും ഞാനും രാവും പകലും പോലെ കിളി പാടിടും നിലാവുകൾ അന്നും ഇന്നും സ്വന്തം ഇവിടം മനമേ 176 കോൾസ്, 40 മുകളിൽ മെസ്സേജുകൾ, കൂടാതെ ഫോർവേഡ്സും. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു റിപ്ലൈ എനിക്കറിയണം. വരണേ
എന്ത് ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നല്ലേ? അതെ, നിന്നെ ഇങ്ങനെ വിടാൻ എനിക്ക് ഉദ്ദേശമില്ല. വ്യക്തമായ തീരുമാനങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ ഇനി റാന്നിലോട്ട് ഞാൻ സെക്യൂരിറ്റി വിളിക്കും. ഈ ബാഡ്മിന്റൺ കളിക്കാൻ പറ്റുന്ന സോക്സ് ഉണ്ടോ? 3rd സ്റ്റാൻഡ്. എന്നാ സോക്സ് അങ്ങ് റാന്നിലും കിട്ടും. അതെ, എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. മെറിനെ ഈ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോ നല്ല വിഷമാണ്. എനിക്ക് വിഷമല്ലേ? എന്നിട്ട് ഞാൻ ഫോൺ ഓൺ ആക്കുന്നില്ലല്ലോ. അതന്നെ എന്റെ പ്രശ്നം. ഫോൺ ഓൺ ആക്കിയ പ്രശ്നം തീരും. ഓൺ ആക്കിയാ പോരാ, എടുക്കണം. സൗകര്യപ്പെടുത്തില്ല. ഇതാണ് തനിക്ക് നന്നാവാനുള്ള ഉദ്ദേശമൊന്നും. അങ്ങനെ പറയില്ലേ. പിന്നെ എങ്ങനെ പറയണം? ബാഡ് ലക്ക് ജോർജ്, ബാഡ് ലക്ക്. അന്ന് ഞാൻ പറഞ്ഞ ഒരു ഫ്രസ്ട്രേഷന് പുറത്ത് സംഭവിച്ചു പോയതാ. ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് അല്ലായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പൊ ഞാൻ ബെറ്റർ. ഒരു മാറ്റം എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ കൂടുതലും കാണുന്ന സ്ത്രീപക്ഷ സിനിമകളാണ്. വലിയ കാര്യം. മെറിന് ഇവിടെ വന്നിട്ട് സിനിമയ്ക്കൊന്നും പോയില്ലേ? ഈ താപ്പടെന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ എന്തിനാ എന്നെ തല്ലി? ഐ ഹേറ്റ് യു. ഒരു സാധനം വെച്ച കാണത്തില്ല. അമ്മാച്ച, ഇവിടെ നെയിൽ കട്ടർ എത്തി. നെയിൽ കട്ടർ വേണമെങ്കിൽ തന്നെ നോക്കി എടുക്ക്. മുതുക്കനായില്ലയോ? രാത്രി നഖം പറ്റരുത്. നെയിൽ കട്ടർ ആദരയ്ക്കാൻ. ഹലോ, നിന്റെ നെയിൽ കട്ടർ എവിടെയാ? എന്തുവാന്ന്? നെയിൽ കട്ടർ എന്റെ ബാത്റൂമിന്റെ മുകളിൽ നോക്കിക്കേ. അതൊക്കെ ഞാൻ നോക്കി. ഒന്ന് ശരിക്കും നോക്കിക്കേ. ഒന്ന് നോക്ക് നീ. നോക്കാം. എടാ, പറയുന്ന കേക്കാൻ പഠിക്കേ. അല്ലെ വിളിച്ച് ചോദിക്കാൻ നിൽക്കരുത്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഉണ്ട്. കണ്ടോ? ചമ്മിയില്ലേ? ഇല്ല, ഞാൻ ചമ്മിയൊന്നുമില്ല. നിനക്ക് ഈ ഷട്ടി നെയിൽ കട്ടറൊക്കെ ചോദിച്ചാൽ എന്നെ ബുദ്ധിമുട്ടിക്കാതെ നിന്റെ കാര്യങ്ങൾ നിനക്ക് എന്നെ നോക്കരുതോ? ആ മെറിന്റെ അപ്പനോട് സംസാരിച്ചിട്ട് എന്തായി? വല്ലതും നടക്കുവോ? ഞങ്ങളുടെ തല്ലും പിടുത്തൊക്കെ കഴിഞ്ഞ് സ്നേഹം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അടുത്ത വർഷം നോക്കാം. വേറൊന്നുമല്ല, കുറച്ചുകൂടെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും മതി ഈ വിളിച്ചുകൊണ്ട് വരുന്നത്. അതാ അവക്കും താല്പര്യം. അപ്പം എന്റെ കൊച്ചിന് ഉത്തരവാദിത്വ ബോധമൊക്കെ വന്നു. പൊടി പൊടി. ശരി, ശരി. ഞാനില്ലാത്തോണ്ട് അമ്മാച്ചനും അനന്തരനും ഡെയിലി വെള്ളടി ഉണ്ടോ? ഒരിച്ചിരി. ശരി.
പവസ